ഞാൻ നിങ്ങളുടെ ചാനൽ കാണാറുണ്ട്. എനിക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിനകത്തൊരു എക്സ്പ്ലനേഷൻ തരാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളിപ്പോ ഇസ്ലാം ഒരു ഇസ്ലാമാണ് ശരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് എന്താണ് ശരി എന്ന് വെക്കാനുള്ള റീസൺ എന്താണ്? അത് എങ്ങനെയാണ് മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നത്? അതായത് ഭാവിയിലേക്ക് എങ്ങനെയാണ് അത് ഗുണം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് ഇപ്പത്തെ കണ്ടീഷൻ വെച്ചിട്ട് അല്ല ഞാൻ കമ്പാരിസൺ ചെയ്യുന്നത്. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് അത് ഗുണമായിട്ട് വരുന്നത്? ഹലോ, ഓക്കെ, ബ്രോന്റെ റിലീജിയൻ എന്തായിരുന്നു? ലൈക്ക് ബാക്ക്ഗ്രൗണ്ട്? ഞാനത് വ്യക്തമാക്കണ്ട. ഞാൻ ഒരു എക്തിസ്റ്റ് ആണ്. ഞാൻ ഒന്നിനും വിശ്വസിക്കാത്ത ഒരാളാണ്. ഓക്കെ, അല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചത്. ലൈക്ക് ജനിച്ചത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു എക്തിസ്റ്റ് ആണ്. ഞാൻ അതുകൊണ്ട് ഞാൻ ഒന്നിനും വിശ്വസിക്കുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങൾ ഞാൻ രണ്ടു മൂന്ന് തവണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങൾ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് ഞാൻ അത്യാവശ്യം എല്ലാം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. മൊത്തമായിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുള്ളത്. കാരണം എന്റെ അടുത്ത് മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പണ്ഡിതന്മാര് തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നീ മൊത്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ ഇതിനകത്തൊന്നും വിശ്വസിക്കാത്ത ഒരാളായി മാറും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നിനും ട്രൈ ചെയ്യാറില്ല. അല്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നു? അങ്ങനെ പണ്ഡിതന്മാരും പറയുന്നു തോന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ പണ്ഡിതന്മാരായിരിക്കില്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അത് അടുത്ത ടോപ്പിക്കാണ്. അത് അടുത്ത ടോപ്പിക്കാണ്. ഞാൻ ഉദ്ദേശിക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് ഈ നിങ്ങളുടെ മുസ്ലിം എന്നൊരു കാറ്റഗറിനകത്ത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ് വരാൻ വേണ്ടി പോണേ, എന്ത് കാര്യത്തിനാണ് നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പോണേ, എനിക്ക് അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഐ ആം അസ്യൂമിങ് ദാറ്റ് നിങ്ങളൊരു നോൺ മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചതെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. സോ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രപഞ്ചം, ഇസ്ലാമിന്റെ അടിസ്ഥാന പാഠം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, നമുക്ക് വെള്ളവും വായുവും ജലവും തരുന്ന ഇതിന്റെ ഉള്ളിൽ ഒരു സൃഷ്ടാവുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ആ സൃഷ്ടാവ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ നമ്മളെ സൃഷ്ടിച്ചതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ ആരാധിക്കുക, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇഹലോകത്തും പരലോകത്തും നമുക്ക് നന്മ കിട്ടും. അഥവാ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കും, ഇഹലോകത്തും നമുക്ക് ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള സൈക്കോളജിക്കലും മെന്റലും ഫിസിക്കലും ഒക്കെ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ അടുത്തൊരു നന്മയുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഏതൊരു ആശയവും അത് കൂടുതൽ പ്രചരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അഥവാ അൺമാസ്ക് അനാലിസിസ് കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ഇസ്ലാമിന്റെ ആശയം എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇസ്ലാമിന്റെ ആശയത്തിന്റെ ഗുണങ്ങളും അതേപോലെ അതിനെതിരെയുള്ള വിമർശനങ്ങൾക്കും മറുപടി പറയുക. അതുമൂലം അവർക്ക് ഇഹലോകത്തും പരലോകത്തും നന്മകൾ ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ബാധ്യത കൂടിയാണ്. ഒരു മതവിശ്വാസി എന്ന രീതിയിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു ബാധ്യത കൂടിയാണ്, മതപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടിയാണ് നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അതാണ് ബേസിക്കലി നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അഗ്രി ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു കാസ്റ്റ് ജനിച്ചത് എപ്പോഴാണ്? കാസ്റ്റ് അതായത് നമുക്ക് ഈ മുസ്ലിം എന്ന് പറഞ്ഞ മതം എന്നാണ് ഉണ്ടായത്? ഇസ്ലാം അതായത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഒരു കാസ്റ്റ് അല്ല. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മതം. ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കളത് പറഞ്ഞത് സൂചിപ്പിച്ച് തുടങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ കുറച്ചും കൂടി ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും. അപ്പോ പിന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കാസ്റ്റ് അല്ല. മുസ്ലിം എന്ന് പറഞ്ഞാലും ഒരു ജാതിയിൽപ്പെട്ട ആളുകളല്ല. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവർ എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് സമർപ്പണം തുടങ്ങിയത് എന്നുള്ളതാണ് ഇസ്ലാം തുടങ്ങിയത് എപ്പോഴാണെന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ അർത്ഥം. ഇസ്ലാമിക വിശ്വാസപ്രകാരം ആദ്യ മനുഷ്യൻ മുതൽക്ക് തന്നെ, മനുഷ്യന്മാരുടെ ഇടയിലുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ ആദ്യ മനുഷ്യൻ തൊട്ട് തന്നെ സമർപ്പിച്ചവരിൽ പെട്ടവരായിരുന്നു. അതായത് ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ള സമർപ്പണം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ
വ്യത്യസ്തരായ പ്രവാചകന്മാരെ പിന്നെ ദൈവം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവാചകന്മാർ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്തു? ലോകത്തേക്ക് കടന്നു വരികയും പടച്ചവന് സമർപ്പിക്കണം, ദൈവത്തിന് സമർപ്പിക്കണം എന്ന കാര്യം മനുഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പഠിപ്പിച്ച ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു. അങ്ങനെ സമർപ്പണത്തിന്റെ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നു. അടുത്ത പ്രവാചകന്മാർ വരുന്നു, വീണ്ടും ഉത്ബോധിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ ആദം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നബിയാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. അതിനുശേഷം അനേകം നബിമാർ, അനേകം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. മോസസ്, ജീസസ്, അബ്രഹാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ആളുകൾ. അവരൊക്കെ കടന്നു വന്നത് ഈ സമർപ്പണത്തിന്റെ പാത, അതായത് ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന ഈ ഒരു സന്ദേശം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പിന്നെ പ്രവാചകന്മാരുടെ ശൃംഖലയുടെ ചെയിനിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. അത് ഇസ്ലാമിന്റെ തുടക്കമല്ല, ഇസ്ലാമിന്റെ പ്രവാചകത്വത്തിന്റെ അവസാനമാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത്. ഓക്കെ, സംസാരിച്ചോ. ബൈബിൾ എന്നാ ഉണ്ടായേ? മുസ്ലിംസിന്റെ ബൈബിൾ എന്നാണ് ഉണ്ടായേ? മുസ്ലിംസിന്റെ ബൈബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഖുർആൻ ആണെങ്കിൽ, ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ 7-ാം നൂറ്റാണ്ടിലാണ്. അത് അവസാനത്തെ വേദഗ്രന്ഥമാണ്, മുസ്ലിങ്ങളുടെ അവസാനത്തെ വേദഗ്രന്ഥമാണ്. അതിനു മുമ്പ് അപ്പൊ അതിക്ക് മുമ്പ് മുസ്ലിംസിന്റെ അതായത് മുസ്ലിംസിന്റേതായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഈ സമർപ്പണം പഠിപ്പിക്കുന്ന അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ അനേകം പ്രവാചകന്മാരല്ല ഞാൻ ഉദ്ദേശിച്ചത്, മുസ്ലിംസിന്റെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതെ അതെ, മുസ്ലിംസിന്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അപ്പൊ എഴുത്തും വായന അറിയാത്ത ആൾക്കാർക്ക് പോലും നിങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഇല്ലാത്തത് നിങ്ങൾ പറ്റും. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കല്ലിലൊക്കെ കൊത്തി വെച്ചിട്ടാണ് ആൾക്കാർ എഴുത്തും വായനയൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊരു പേപ്പർ പോലും ഉണ്ടായില്ല. ഇപ്പോഴും നിങ്ങൾ തരം തിരിച്ച് പറയാം. അത് ഓൾറെഡി തന്നെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാർ തന്നെ വിക്കിപീഡിയയില് തിരുത്താൻ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യം പോലും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലും ഉള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ കൂടി ഒരുമിച്ച്, അതായത് വിക്കിപീഡിയയിൽ തിരുത്തുക, അതേപോലെ അങ്ങനെ ആക്കി ഇങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങളെ മനസ്സിലാണ്. അതൊക്കെ കൂടി പറയുന്നത് പകരം നമ്മളെ ഒരു വിഷയത്തിൽ ഊന്നി നിന്നുണ്ട്. അതായത് നിങ്ങൾ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ തിരുത്തിയോണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ തിരുത്തോണ്ട് ഞാൻ പറയാണ്, ദയവ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് കേൾക്കുക. അതായത് ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ താങ്കൾ ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ ഒരു കാര്യം മറുപടി പറഞ്ഞു. ഞാൻ അതിലേക്ക് തന്നെ വന്നിട്ടുള്ളേ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞൊന്ന് കേൾക്കൂ പ്ലീസ്. അതായത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചോ മതത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകളും ഒരുപാട് കാഴ്ചപ്പാടുകളും ഉണ്ടാവും. അതൊക്കെ കൂടി ഇവിടെ വന്ന് പറയാന്ന് പറഞ്ഞാൽ നടക്കൂല. അത് ഓരോന്നായിട്ട് പറയാം. അതായത് നമ്മളിപ്പോ താങ്കൾ ഒരു കാര്യം ചോദിച്ചു, അതിന് ഞങ്ങളൊരു മറുപടി പറഞ്ഞു. അതിന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കുറെ വിയോജിപ്പുകൾ ഉണ്ടാവുമല്ലോ. ആ വിയോജിപ്പുകൾ പറയാം. അപ്പൊ ഞങ്ങൾ അതിനോട് പ്രതികരിക്കും. അതിനോടുള്ള പ്രതികരണം നിങ്ങൾ പറയാം. അങ്ങനെയാണ് പോകേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് പിന്നെ മുസ്ലിങ്ങളോടുള്ള എല്ലാ തോട്ട്സും വിക്കിപീഡിയ തിരുത്ത എന്നത് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയാൻ നിന്നാല് അത് നടക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് സ്ട്രക്ചർഡ് ആയിട്ട് പോവുക. എന്താണോ പറഞ്ഞാൽ അതിനോടുള്ള പ്രതികരണം എന്നുള്ള രൂപത്തിൽ പോവുക. ഓക്കെ, മ്യൂട്ട് ചെയ്യാം. അതായത് എഴുത്തും വായനയും പോലും അറിയാത്ത ആൾക്കാർക്ക് പോലും, അതായത് മുസ്ലിം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. നിങ്ങൾ മറ്റേ സുന്നത്ത് എന്ന് പറയുന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നോ? നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ആചാരങ്ങളൊക്കെ പണ്ട് മുതൽ ഉണ്ടായിരുന്നോന്നേ ചോദിക്കണേ. സുന്നത്ത് കർമ്മങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒരു മിനിറ്റ് താങ്കൾക്ക് പറഞ്ഞുതരാം. അതായത് താങ്കൾ ബൈബിൾ എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ബൈബിള് കേട്ടോണ്ട്. ആ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തു പരിച്ഛേദന ഏറ്റിരുന്നു എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഈ സുന്നത്ത് കർമ്മം ചെയ്തിരുന്നു എന്നുള്ളതും, അതിനുശേഷം പിന്നെ പൗലോസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലടക്കം നമുക്ക് ഈ പരിച്ഛേദനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് ചെയ്യേണ്ടതുണ്ടോ, വിജാതീയർക്ക് ചെയ്യേണ്ടതുണ്ടോ, അതല്ല യെരുശലേമിലുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതിയോ എന്നതടക്കം. അതായത് പിന്നീട് ക്രൈസ്തവ മതം എന്ന പേരിൽ പൗലോസ് പുതിയ മതം ഉണ്ടാക്കിയതിനു ശേഷം അത് സ്വീകരിക്കുന്ന പുറത്തുള്ള ആളുകൾ സുന്നത്ത് ചെയ്യേണ്ടതുണ്ടോ, അല്ല അവർക്കത് ഒഴിവാക്കി കൊടുക്കേണ്ടതുള്ളോ എന്നുള്ള ചർച്ച അടക്കം നമുക്ക് അതിൽ കാണാൻ പറ്റും.
എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് സുന്നത്ത് കർമ്മം. ഇനി അത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്പൊ ചെയ്യാത്ത ആൾക്കാരാണെങ്കിലോ? ചെയ്യാത്ത ആളാണെങ്കിൽ അവർ ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. എന്താണ് ഏ? താങ്കളുടെ പോയിന്റ് എന്താണെന്ന് പറയൂ. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു ചെയ്തിരുന്നു എന്ന് പറയണേ. എവിടെയാണ് ഞങ്ങൾ അതിന്റെ പറയുന്നല്ല തെളിവ്? എവിടെയാ ഞങ്ങൾ പറയുന്നതല്ല, അത് തെളിവ്? ബൈബിള് തെളിവ് ഏത് ബൈബിള്? അത് പിന്നെ റെഫറൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എടുത്തു തരാം. അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു വെക്കാത്തത്. അത് എടുത്തു തരണം, തീർച്ചയായിട്ടും. എടുത്തു തരാം. ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ഒരു ഓക്കെ. മിനിറ്റ്. യേശുക്രിസ്തു പരിച്ഛേദന ഏൽക്കുക മാത്രമല്ല, ജൂതന്മാർ അതിന് മുമ്പ് പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. അവരുടെ വേദഗ്രന്ഥത്തിൽ പരിച്ഛേദന ഏൽക്കാൻ പറയുന്ന കൽപ്പനകളും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയുണ്ട്. അല്ലാതെ യേശുക്രിസ്തു മാത്രമല്ല, അതിന് മുമ്പേ ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു പബ്ലിക് നോളജ് ആണ്. അതുകൊണ്ടാണ് അതിന് കോട്ടൊന്നും തരേണ്ട ഇത് ആവശ്യമില്ല. പക്ഷേ എല്ലാവർക്കും കോട്ട് തരാം, തീർച്ചയായും തരാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ എത്ര മതങ്ങളുണ്ടെന്ന് അറിയോ? ഇപ്പൊ ഒരു മിനിറ്റ് നമുക്കിത് ക്ലിയർ ചെയ്തിട്ട് പോകാലോ. ഇപ്പൊ അബ്രാഹമിക് കോവനന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ജെനസിസ് 17 ബൈബിളിലെ ജെനസിസ് 17 നമുക്ക് കാണാൻ കഴിയും അബ്രാഹാമിന്റെ കോവനന്റ്. അബ്രാഹാം ദൈവവുമായിട്ടുള്ള കരാറിൽ പരിച്ഛേദനം ഏറ്റുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? അവർ ആ കരാറ് പൂർത്തീകരിക്കുന്നത്. നിങ്ങൾ ആയത്താണോ അതോ വേറെ എന്തെങ്കിലും തെളിവ് വെച്ചിട്ടാണോ പറയുന്നത്? ബൈബിളാണ് ഉദ്ധരിക്കുന്നത്. ഓക്കെ, ബൈബിളിന് ഏതാണ് സുവിശേഷം? ഏതാണ്? ജെനസിസ് 17 നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എക്സോഡസ് 12:48 നമുക്ക് കാണാൻ കഴിയും. മൊസൈക്ക് ലോയിൽ നമുക്ക് കാണാൻ കഴിയും എന്ത് ചെയ്യുന്നുണ്ട്? സർക്കംസേഷനെ കുറിച്ച് പറയുന്നത്. ഏതാണ്? എക്സോഡസ് 12:48. അതേപോലെ ജെനസിസ് 17 എക്സോഡസ് 12:40. ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ പറഞ്ഞോ. ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ലൈക്ക് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. ജൂതന്മാർക്ക് പരിച്ഛേദന ഏറ്റിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ജൂതന്മാര് ലോകത്തിൽ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ജൂതന്മാരോട് നിൽക്കട്ടെ. വേറെ ഇപ്പൊ നമ്മുടെ ലോകത്ത് ഞാൻ ചോദിക്കാൻ വന്നത്, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത്, ഇപ്പൊ നിങ്ങൾ ഒരു ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇതിനകത്ത് പറയണ്ട് ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല, ബാക്കി എല്ലാവരും നരകത്തിൽ പോണേ. ഈ സംഭാഷണത്തിലുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കേട്ടത്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കുക. ബാസിൽ പറഞ്ഞതുപോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം സ്ട്രക്ചർ ചെയ്തിട്ട് പോവാം. സർക്കംസേഷന്റെ കാര്യത്തില് ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ പറഞ്ഞോ. അല്ല, നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചത് എന്താ? തുടക്കത്തിൽ വേറെ എന്താ ഞാൻ പറയട്ടെ. സർക്കംസേഷനെ കുറിച്ചാണ് ചോദിച്ചത്. സർക്കംസേഷൻ മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാ ചോദിച്ചത്. മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്രിസ്തു മതക്കാര് ചെയ്തിട്ടുണ്ട്. ഐ മീൻ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിക്ക് മുമ്പ് ജൂതന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഒരു മിനിറ്റ് ഷാനു. അതായത് നമ്മളിവിടെ പൊതുവെ ചർച്ചയിൽ എല്ലാവരും ഒരു പാലിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ സംസാരിക്കുമ്പോൾ അത് കഴിയുന്നത് വരെ ഒന്നും മിണ്ടാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഞങ്ങൾ സംസാരിക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളാണ് ഇടയ്ക്ക് കയറിയത്. പ്ലീസ് ഇപ്പോഴും താങ്കൾ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് സംസാരിക്കുന്നത്. നമുക്കെന്താ വെച്ചാൽ ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ സംസാരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ദയവേത് ഷാനു ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഷാനു പറയുന്ന പല കാര്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് ഷാനു നിർത്തുന്ന എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ പോയിന്റിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും. അതൊക്കെ അപ്പൊ പറയാൻ നിന്നാൽ ഇത് മൊത്തത്തിൽ അലങ്കോലാവും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കും, എന്നിട്ട് ഓരോന്നിനോടുള്ള പ്രതികരണം പറയും. അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പൊ ഷാനു ഒന്ന് സംസാരിക്കട്ടെ. അത് കഴിയുന്നത് വരെ താങ്കൾ മ്യൂട്ട് ചെയ്ത് ഒന്ന് സ്വസ്ഥമായിരുന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആർക്കും തിരക്കൊന്നുമില്ല. അതുകൊണ്ട് സ്വസ്ഥമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് ഷാനു സംസാരിച്ച് കഴിയുന്നത് വരെ ഒന്ന് മ്യൂട്ട് ചെയ്തിരുന്ന് അതിനുശേഷം നിങ്ങൾ സംസാരിക്കുക. അതിനുശേഷം ഷാനു സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചു പോവാം. ഓക്കെ, ഷാനു തുടങ്ങും. ഒന്ന് ആഡ് ചെയ്യാനുണ്ടോ? ഒന്ന് ആഡ് ചെയ്യട്ടെ. അതായത് ഇപ്പം സംസാരിക്കുമ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ഒരു പോയിന്റിന് മറുപടി അത് ക്ലിയർ ആക്കിയതിന് ശേഷം വേണം അടുത്ത പോയിന്റിലോട്ട് പോകാൻ. അപ്പൊ ആ ഒരു പോയിന്റ് ക്ലിയർ ആക്കുന്ന രീതിയിൽ നിർത്തിയിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ ഇന്ത്യയിൽ എത്ര മതമുണ്ട്, ഇതിനിടയ്ക്ക് വന്നിട്ട്
ഇന്ത്യയിൽ എത്ര മതം ഉണ്ടെന്ന് അറിയാവുന്ന ചോദിക്കുന്നതിനകത്ത് പ്രസക്തി ഇല്ല. അപ്പം നമുക്ക് ആ പോയിന്റ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ അടുത്തൊരു ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ക്ലിയർ. അത് ഇതാണെന്ന് പറയണം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, യേശുക്രിസ്തു പരിച്ഛേദനം ഏറ്റിട്ടുണ്ടായിരുന്നു, ജൂതന്മാർ അതിനു മുമ്പ് പരിച്ഛേദനം ഏറ്റിട്ടുണ്ടായിരുന്നു, മൊസായിക്ക് ലൂവല് പരിച്ഛേദനം ഏൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, അബ്രഹാം അതിനു മുമ്പ് പരിച്ഛേദനം ഏറ്റതിനെ കുറിച്ച് വളരെ അബ്രഹാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഒക്കെ, അബ്രഹാം നബി അലൈഹി ഇസ്ലാമും ഇസ്ലാം നബി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഒക്കെ പരിച്ഛേദനം ഏറ്റതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് സെഞ്ചുറികളായിട്ട് അവിടെ പരിച്ഛേദന ഉണ്ടായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പൊക്കെ അവിടെ പരിച്ഛേദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് നമുക്ക് അവിടെ പറയാനുള്ളത്. അപ്പൊ അതിനു മുമ്പ് പരിച്ഛേദനം ഏറ്റോ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതിനു മുമ്പ് പരിച്ഛേദനം ഏറ്റിട്ടില്ല എന്ന് വിചാരിക്കില്ല. അതും ദാറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. കാരണം പുതിയ ശരീഅത്ത് നിയമങ്ങൾ വരുന്നതിന് യാതൊരു രീതിയിലുള്ള പ്രശ്നവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശരീഅത്ത് നിയമങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന്റെ കോർ മാത്രമാണ്, അത് ഏകദൈവ വിശ്വാസം എന്നുള്ള കോറാണ്. അതേപോലെ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെന്റൽ മോറൽസ് ഒക്കെയാണ് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുക. ഇനി എന്താണെങ്കിലും സർക്കംസേഷൻ ചരിത്രപരമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള തന്നെ അറേബ്യയിൽ സെഞ്ചുറികളോളം സർക്കംസേഷൻ ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഒന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ, ഈ ക്വിസ് കോമ്പറ്റീഷൻ പോലെ മുമ്പ് സർക്കംസേഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. വാട്ട് ഈസ് യുവർ പോയിന്റ് എന്ന് കൂടി പറയാൻ ശ്രമിക്കുക. സർക്കംസേഷൻ ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് എന്താണ് എന്ന് പറയാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ വേറൊരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ഏത്തിസ്റ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏത്തിസത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു തീസ്റ്റ് ആയിട്ടാണല്ലോ ഏത് മതത്തിനെ കുറിച്ചും വേദഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അതിനെ സ്റ്റെപ്പ് ആയിട്ട് ഗ്രാജുവൽ ആയിട്ട് പോകാം എന്നതായിരിക്കും നിങ്ങൾക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ കണ്ടിന്യൂ പറഞ്ഞു. ഓക്കെ, എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. അതായത് എന്റെ അറിവിലുള്ള കേസുകൾ ഞാൻ നിങ്ങളടുത്ത് വ്യക്തമായിട്ട് തുറന്നു പറയാം. അതായത് ഒരു മതാചാരവും പണ്ട് ജനങ്ങള് നോക്കിയിരുന്നില്ല. ഇതിനെല്ലാത്തിനും എന്റെ അറിവിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ ഇസ്രായേൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ അല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഈ എന്താ പറയാ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിരുന്നില്ല. അവര് കൂടുതലും മോറൽ സയൻസ് ഇല്ലെങ്കിൽ അവിടുത്തെ ലോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അവർ ഫോളോ അപ്പ് ചെയ്തത്. ഓൾസോ എവരി സ്ഥലങ്ങളും ഇസ്രായേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇപ്പൊ എന്താ പറയാ ക്രിസ്ത്യൻ മതമായാലും ശരി, ഹിന്ദു മതമായാലും ശരി. ഹിന്ദു മതത്തിന്റെ ഒരു ചെറിയൊരു ഇത് അവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ പശുക്കളെ ആരാധിക്കാൻ പോലത്തെ ഒരു സംഭവമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ ഇന്ത്യയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറയാണ്ട്, ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാണ്ട്. അതുകൂടാതെ തന്നെ എന്താ പറയാ മുസ്ലിംസിന്റെ ആയാലും ശരി, അത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇറാനിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു. ഇറാനിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്താ പറയാ നിങ്ങൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് ഇസ്രായേലിൽ തന്നെ ആയിട്ട് കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിക്ക് മുമ്പ് ആൾക്കാർ ആരും ഇതിനെപ്പറ്റി ബോധേഡായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇന്ന മതത്തിൽ വിശ്വസിക്കണം എന്നോ ഉള്ള ഒരു രീതിയിലല്ല അവരൊരു എന്താ പറയാ ഒരു മതമില്ലാത്ത രീതിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ മതം വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണ സോഷ്യൽ മീഡിയ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുറെയൊക്കെ അറിയണേ. ഇപ്പൊ എന്താ പറയാ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഫൈറ്റ് നടക്കും. അതുപോലെ തന്നെ സുഡാനിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിൽ എന്താ പറയാ ഹിന്ദുക്കളെ അവിടെ കൊല്ലുന്ന രീതി നടക്കുന്നുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ ക്രിസ്ത്യാനിസിനെ കൊല്ലുന്ന രീതി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു അതിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങളെല്ലാവരും കൊല്ലണം എന്നുള്ള രീതി. അതുപോലെ തന്നെ നിങ്ങളുടെ മതം തന്നെ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ള മതങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഉള്ള രീതി ഓൾമോസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ആചാരം അപ്പൊ ഇതിനകത്തും ജീവിക്കാത്ത ആൾക്കാര് സ്വർഗത്തിലേക്ക് പോവില്ല എന്ന് തന്നെ നിങ്ങൾ തന്നെ വിളിച്ചു പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ കുറെ നെഗറ്റിവിറ്റീസ് ഓൾറെഡി ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു പോയിന്റ് പോലും നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടിട്ട് പറ്റിയുള്ള അതിലായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഒരു പോയിന്റ് ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കണം എന്നുള്ളത്. ഞാൻ പോയിന്റ് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഏതാണ് പോയിന്റ്? എന്റെ പോയിന്റ്
പാകിസ്ഥാൻ, ഇന്ത്യ, ഗാസ, സുഡാന്, യെസ് ഇസ്രായേൽ, പാലസ്തീൻ, ഇതൊക്കെയാണ് ഏത്തിസ്റ്റിന്റെ പിന്നെ യെസ് ഏഹ്, യെസ് പിന്നെ അതായത് ഒരു മതം കൊണ്ടുവരുന്ന ഒരു മതം കൊണ്ടുവരുന്ന അല്ല പ്രശ്നങ്ങളാണ് ഇത്. ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് പറഞ്ഞോ സംസാരിക്കാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം താങ്കൾ വിഷയമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് പോലും ഇത്രയും നേരം ഇരുന്ന് കേട്ടത്. കുറച്ചു നേരം ഒന്ന് സംസാരിക്കട്ടെ എന്നുള്ള അങ്ങനെ നമ്മളൊരു അഗ്രിമെന്റിൽ എത്തിയതുകൊണ്ടാണ്. പക്ഷെ അത് വെച്ചിട്ട് പിന്നെ ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിക്കാൻ നടക്കൂലല്ലോ. അതായത് ഷാനിപ്പോ ഒരു 2.5 മിനിറ്റാണ് സംസാരിച്ചത്. താങ്കൾ ഒരു 4 മിനിറ്റോളം സംസാരിച്ചു, പക്ഷെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അതായത് ഇസ്ലാം തുടങ്ങിയത് എപ്പോഴാണ് എന്നുള്ളത് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. മുൻകാലത്ത് വേദങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതൊക്കെ നിങ്ങൾ ഇപ്പൊ എവിടെ എത്തിയത്? ഗാസ, ഫലസ്തീൻ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇസ്രായേല്, ഇതില് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, എന്താണോ ഡിസ്കസ് ചെയ്യുന്നത് ആ വിഷയം നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മാത്രം ഒന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇതിനോട് പ്രതികരിക്കേണ്ടി വരും. വേറെ എന്റെ പല സബ്ജക്ട് വ്യത്യസ്തമാണ്. ആ, അപ്പൊ ആ, എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിനകത്ത് തന്നെ അല്ല കറക്റ്റ് പോയിന്റിൽ തന്നെ വിശ്വാസമില്ല. സംസാരിച്ചുകൊണ്ടിരിക്കണേ. ഒരു ഇതിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് ഇടപെടുകയാണ്. പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആ വീണ്ടും വീണ്ടും നിങ്ങൾ ഇടപെടാണ്. അല്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. അല്ല അല്ല അതാണ് പറഞ്ഞത്. നിങ്ങളുടെ 3 മിനിറ്റ് ഞങ്ങൾ ഇരുന്ന് കേട്ടു. ഒറ്റ അക്ഷരം മിണ്ടാതെ ഞങ്ങൾ എല്ലാവരും മിണ്ടാതിരുന്ന് കേട്ടത് 3 മിനിറ്റ് ആണ്. ഞാൻ സംസാരിച്ച 1 മിനിറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ വീണ്ടും ഇടപെട്ടു. അത് ശരിയല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് മതം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ വിഷയം ഡിസ്കസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ തന്നെ നമുക്ക് വിഷയം മാറ്റാം. മതം കൊണ്ടാണോ അപ്പൊ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ഈ ഇസ്രായേലില് അല്ലെങ്കിൽ ജൂതന്മാർക്ക് അതിലൂടെ ആ ഒരു സമയത്ത് മാത്രമാണ് മതം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായത്. ബാക്കി സമൂഹങ്ങളിലൊന്നും അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിലൊന്നും മതം ഉണ്ടായിരുന്നില്ല, ദൈവവിശ്വാസം അവർ കാര്യമായി എടുത്തിരുന്നില്ല എന്നുള്ളതിന് താങ്കൾ ഒരു തെളിവ് പറയാം. ഒരു കാര്യം. താങ്കൾ ഇപ്പൊ പറഞ്ഞ പല വിഷയങ്ങളിൽ 2 സാധനം മാത്രം സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണ്. 2 കാര്യങ്ങൾക്ക് തെളിവ് വേണം. മുൻകാലത്ത് ഇപ്പൊ ഹിസ്റ്ററിയിൽ പല സിവിലൈസേഷൻസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ആ സിവിലൈസേഷനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിൽ മറ്റ് സിവിലൈസേഷൻസിലൊന്നും മതമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഒരു തെളിവ് വെക്കുക. രണ്ടാമത്തത്, ഈ പറഞ്ഞ പിന്നെ ഇസ്ലാമിൽ മറ്റു മതസ്ഥരെ കൊല്ലണം എന്ന് പറയുന്നതിനുള്ള തെളിവ് എന്താ? അതായത് മറ്റു മതസ്ഥരെ കണ്ട അപ്പൊ തന്നെ കൊല്ലണം എന്ന് ഖുർആനിൽ എവിടെയാണ് പറഞ്ഞത്? അത് ഈ 2 കാര്യങ്ങൾ മാത്രം പറയാ, എന്നിട്ട് അതിനോട് പ്രതികരിക്കുക. അല്ലാതെ വേറെ പല വിഷയങ്ങളും പറയരുത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ് ആകുമ്പോഴെങ്കിലും നിർത്തണം, അല്ലെങ്കിൽ 2-3 മിനിറ്റ്. ഞാൻ സെർച്ച് ചെയ്യേണ്ടി വരും, കാരണം ഒരു ആയത്തിനകത്താണ് നിങ്ങളുടെ ഇതിനകത്ത് പറയാനുള്ളത്. അത് സെർച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടണമെന്നില്ല. വല്ല ചാറ്റ് ജിപിടിയോടോ ജെമിനിയോടോ ഒക്കെ ചോദിച്ചാൽ അവർ കൊണ്ട് തരും. അപ്പൊ ഏതായാലും നേരത്തെ എമ്മിനോട് 2 ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അദ്ദേഹം തെളിവ് നോക്കാന്ന് പറഞ്ഞു പോയതായിരുന്നു, തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചിട്ട് അദ്ദേഹം അതിനുള്ള ഉത്തരം പറയും. ഒന്നാമത്തെ കാര്യം, ഇസ്രായേലികൾക്ക് അല്ലെങ്കിൽ ജൂതന്മാർക്ക് മുമ്പൊന്നും ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് സംസ്കാരങ്ങളിലൊന്നും പിന്നെ മതം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മതവിശ്വാസം ഉണ്ടായിരുന്നില്ല, അതിനെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതിനുള്ള തെളിവാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്തത്, മറ്റു മതസ്ഥരെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം, അല്ലെങ്കിൽ അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടിനുള്ള തെളിവ് ഹാജരാക്കും. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ആദ്യത്തേനോട് തെളിവ് ഞാൻ സെർച്ച് ചെയ്തിട്ട് തരാം. ഞാൻ ടോട്ടലായിട്ട് സെർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസം ഈ ഡിബേറ്റ് ഉണ്ടോ? ഇല്ല, എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഓക്കെ, എന്തൊക്കെയാണ് നോർമലായിട്ട് ഉണ്ടാവാൻ? ഫിക്സ്ഡ് ഡേറ്റ് അല്ല. നമ്മള് നമുക്ക് ഒഴിവുള്ള സമയത്ത് വെക്കാറേ പതിവുള്ളൂ. നമ്മള് വേറെ ജോലികളിലായതുകൊണ്ട്. ഓക്കെ, എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. അതായത് എൻ്റെ അടുത്ത് ഒരുപാട് നിങ്ങള് ഖുറാനിൽ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ആരിഫ് ഹുസൈൻ, അതേപോലെ തന്നെ നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോല്ലേ? ആ ടോപ്പിക് 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തത് നിങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ തെളിവ് സമർപ്പിക്കാം. ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. ഞാൻ അത് സമർപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് ഉള്ളത്, അത് പറയും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അൽ ബക്രയിലെ വാക്യം 190 മുതൽ 193 വരെ നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഞാൻ അത് വാക്യം മാത്രം എടുത്തു. അത് ഫുൾ സെന്റൻസ് എടുക്കാൻ ഞാൻ വീണ്ടും ബാക്കോട്ട് കൊണ്ടുവരും. അപ്പൊ ഇത് മൊത്തത്തിലൊരു കട്ടായി പോകും. അല്ല, നിങ്ങൾ വായിക്കാതെയാണോ?
ഞാൻ ഇത് ബാക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഹബീബി ആദ്യം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക, പിന്നീട് പോയിട്ട് തെളിവ്. അപ്പൊ അതാണ് പരിപാടി. അല്ല ആദ്യം ഇങ്ങോട്ട് വിളിച്ച് പറയാം. ഞാൻ ഇത് പഠിച്ചിട്ട് വന്നിട്ട് പഠിച്ചിട്ട് വരാനുള്ള ഇത് എനിക്ക് താല്പര്യമില്ല. ബാസിൽ ആ 3 പറഞ്ഞില്ലേ എനിക്ക് സ്ക്രീനിലൊന്ന് കാണിച്ചാൽ നന്നായിരിക്കും. പുള്ളി ഒന്ന് കാണട്ടെ. അല്ല, ഞാൻ എമ്മിനോട് ചോദിക്കുന്നത്, നിങ്ങൾ വാചകം തപ്പാനാണ് പോയത്, എന്നിട്ട് വാചകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടിയില്ലേ? എന്താണ് എന്താ പിന്നെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? ഞാൻ ഗൂഗിൾ ജെമിനിയുടെ അടുത്താണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവിടെ കിട്ടിയതാണ്. ആദ്യം നിങ്ങളൊരു ആരോപണം ഉന്നയിച്ചു, എന്നിട്ട് അതിനനുസരിച്ചുള്ള തെളിവ് തപ്പി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ആ വാചകം നിങ്ങൾ വായിച്ചു നോക്കിയില്ല. ഇല്ല, ഞാൻ വായിച്ചു നോക്കിയില്ല. ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോ എന്റെ അടുത്ത് എല്ലാ വാചകങ്ങളും നിങ്ങക്ക് ഷോ വരെ കാണിക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ലാപ്ടോപ്പിനകത്തല്ല ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ എന്തായാലും കൊണ്ടുവരും. അല്ല, ഓക്കെ, ഞാൻ ചോദിക്കുന്ന എമ്മിനോട് നമുക്കത് ആ വാചകം ഇവിടെ കാണിച്ചിട്ട് ഇപ്പൊ തന്നെ നമുക്ക് തീരുമാനമാക്കാം. പക്ഷെ നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ, അതായത് ഒരു വേദഗ്രന്ഥത്തെ കുറിച്ച് വളരെ ഗൗരവകരമായ ഒരു ആരോപണം പറയാം, അത് സിമ്പിളായ കാര്യമൊന്നുമല്ല. അതായത് മറ്റു മതസ്ഥരെ കണ്ട കൊല്ലണം എന്നാണ് പറഞ്ഞത്. അത്രയും വലിയൊരു ആരോപണം പറഞ്ഞിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് അപ്പൊ തന്നെ ചോദിച്ചാൽ തെളിവ് വരണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും പിന്നെ അതിനൊരു തെളിവ് നിങ്ങൾ കിട്ടി. ഓക്കെ, ബക്കറ 190 മുതൽ, ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയെങ്കിലും ചെയ്യേണ്ട ഒരു മിനിമം ബാധ്യതയല്ലേ? നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് വായിച്ചിട്ടെങ്കിലും വരിക എന്നുള്ളത് ഒരു മിനിമമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് സോഴ്സ് ചെയ്തിട്ടല്ല ഞാൻ കയറിയത്. എന്റേതായ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എത്തിസ്റ്റാണ്. കുഴപ്പമില്ല. എത്തിസ്റ്റ് ആണെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എത്തിസ്റ്റ് ആണെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കാൻ അത് ലൈസൻസ് ആണോ എത്തിസം? എന്ത് തോന്നിയാസം കാണിക്കാന്നല്ല. ഇപ്പൊ മതത്തിലുള്ള ആൾക്കാർ എന്തൊരു തോന്നിയാസം കാണിക്കണം. അതുകൊണ്ടാണോ നിങ്ങളോട് വന്നിട്ട് കള്ളം പറഞ്ഞത്? അതായത് കള്ളം പറഞ്ഞതാ? ഞാൻ കള്ളം പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? എനിക്ക് എന്താണ് തെളിവുള്ളത്? എന്താണ് കളവ് പറഞ്ഞേ ഒരു കളവ് പറഞ്ഞേ. മറ്റു മതസ്ഥരെ കണ്ടാൽ കൊല്ലണം, മറ്റു മതസ്ഥരെ കണ്ടാൽ കൊല്ലണം എന്ന് ഖുറാനിലുണ്ട് എന്നുള്ളത് പച്ചക്കളവാണ്. പച്ചക്കളവ് എന്ന് വെച്ചാൽ അത്രമേൽ ഞാൻ ഒരു മിനിറ്റ്. നിങ്ങളുടെ വാക്യത്തിലുള്ള ഒരു സംഭാഷണം, മതത്തിലുള്ള സംഭാഷണം ആരിഫ് ഹുസൈന്റെ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, പുള്ളി അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽ വരെ വെച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. ഞാനത് കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത തവണ നിങ്ങൾ കണ്ടോ, അടുത്ത തവണ ഞാൻ എന്തായാലും നിങ്ങളുടെ ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ആയിട്ട് അത് വായിച്ച് അതിന്റെ അർത്ഥവും മീനിങ് വരെ ഞാൻ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങളോട് യുദ്ധത്തിൽ വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആക്രമിക്കുന്നത് നിശ്ചയമായും അള്ളാഹുവിന്റെ ആക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ല. അടുത്തത്, ഈ അള്ളാഹുവിന്റെ മാർഗത്തില് യുദ്ധം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് ശരിക്കും നിങ്ങളുടെ അള്ളാഹു നല്ല പഠിക്കുന്ന കാര്യമാണോ? എന്റെ പൊന്നമ്മ, അതൊന്ന് മര്യാദയ്ക്ക് സമാധാനത്തോടെ ഇരുന്ന് വായിക്കി, എന്നിട്ട് ഡയലോഗ് അടിക്കാം. അത് വായിക്കി, നല്ലോണം ശ്രദ്ധിച്ചു വായിക്കി, തിരക്ക് പിടിക്കല്ലേ. അതന്നെ ഞാനും പറഞ്ഞ കറക്റ്റ് അല്ലേ? വായിക്കി, എന്താണ് അതിലുള്ളത്? അതായത് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവേ. ഓക്കെ, യുദ്ധത്തിന് വരുന്നവരോട് പിന്നെ എന്താ ചെയ്യേണ്ട? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണോ? ഈ ചെയ്യാതിരിക്കാൻ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, ഈ ചെയ്യാതിരിക്കാൻ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഹലോ, ഇപ്പൊ ഈ ആയത്തിൽ എന്താ ഉള്ളത്? യുദ്ധം നിങ്ങൾ തിരിച്ചു യുദ്ധം ചെയ്യാം. അങ്ങനെ ചെയ്യാത്തവരോട് എന്താ ചെയ്യേണ്ടതുള്ളത്? 92 ഒന്ന് വായിച്ചേ. 192 വരാത്തവരോട് എന്താ ചെയ്യേണ്ടത്? അവർ നിശ്ചയമായും അള്ളാഹുവിനെ വളരെ ഓർക്കൂ. എന്നാൽ ഇനി അവർ വിരമിച്ചാൽ നിശ്ചയമായും അള്ളാഹു അവരെ കൃപയാണെന്ന് കരുതുകയാണ്. ഏകദേശം ക്ലിയർ ആയോ? ഇല്ല, കഴിഞ്ഞില്ല. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ഇതാണ് ബാസിൽ പറഞ്ഞ പോയിന്റ്. അതായത് ഒരു മതത്തെ കുറിച്ച് അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലെ?
നിങ്ങൾ അല്ല ആദ്യമായിട്ടാണ് ഇത് വായിക്കുന്നത്. നിങ്ങൾ ഉദ്ധരിച്ച ഈ ആയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. ഇതിനകത്തല്ല പറയുന്നുണ്ടല്ലോ. അതായത് ദൈവം നിങ്ങൾ ദൈവം നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ദൈവം കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നിങ്ങളും യുദ്ധം ചെയ്യുവാൻ. അങ്ങനെയാണോ ദൈവം? ഒരു ദൈവമാണെങ്കിൽ അങ്ങനെയാണോ ദൈവം ചെയ്യുന്നത്? പിന്നെ എന്താണ് കൽപ്പിക്കേണ്ടത്? നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളെ എന്ത് ചെയ്യണം? ഉമ്മ വെക്കണം. അതാണ് പഠിപ്പിക്കേണ്ടത്. ഉമ്മ വെക്കണോ? അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. എന്താണ് നിങ്ങൾ ഇതിനകത്ത് ദൈവം എവിടെ? ഇതിനകത്ത് ദൈവം എവിടെ? ഓൺലൈനായി ഇതിനകത്ത് ദൈവം എവിടെ? അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്ന ഒറ്റ കാര്യം നിങ്ങൾ ഇത്ര പറഞ്ഞല്ലോ. അതായത് നിങ്ങളിപ്പം ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരെ തിരിച്ച് യുദ്ധം ചെയ്യരുത് അല്ല കെട്ടിപ്പിടിക്കാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതൊക്കെ വേറെ ആർഗ്യുമെന്റ്. പക്ഷെ നിങ്ങളിപ്പോ തപ്പാൻ പോയത് എന്താണ്? മറ്റു മതസ്ഥരെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞു അല്ലെ? മറ്റു മതസ്ഥരെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞു എന്നുള്ളത് തപ്പാനാണ് പോയത്. എന്നിട്ട് അതിന് തെളിവാണ് ഈ ആയത്ത് കൊണ്ടുവന്നത്. ഈ ആയത്തിൽ പറയുന്നത് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യണമെന്നാണ് അല്ലേ? ഓക്കെ, അത് ഞാൻ കൊണ്ടുവരും. ഞാൻ അത് കറക്റ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്നതാണ്. ഓക്കെ, എനിക്ക് ഇതാണ് കിട്ടിയത്. ഗൂഗിളിൽ എനിക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇതാണ് കിട്ടിയത്. അപ്പൊ ഇല്ലാതെയാണോ നിങ്ങൾ ഇത് തെളിവും കാര്യമൊന്നും ഇല്ലാതെ വെറുതെ വായിപ്പൊന്നും വിളിച്ചു പറയാണോ ചെയ്തത്? തെളിവും കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു. പക്ഷെ അത് എനിക്ക് ഒരു ദിവസം ഞാൻ പറയാം. ഞാൻ നേരം എന്റെ ലാപ്ടോപ്പിനകത്ത് ഞാൻ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് സ്ട്രീം ചെയ്ത് അതിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ എടുത്ത് വേറെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും ഉറപ്പായിട്ടും. ഈ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു മേ ബി ഞാൻ ഇത് ശേഖരിച്ചു വെക്കും എന്തായാലും. അതായത് ഓക്കെ, നിങ്ങൾ ശേഖരിച്ചു വന്നോളൂ. ഒറ്റ മിനിറ്റ്. അതായത് നിങ്ങള് മുമ്പ് ഇതെന്ന് വെച്ചാൽ നിങ്ങളെ സ്രോതസ്സൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആരിഫ് ഹുസൈൻ എന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്വയം പ്രഖ്യാപിത നുണയനെയാണ് നിങ്ങൾ സ്രോതസ്സാക്കി എടുത്തത്. എന്ന് വെച്ചാൽ ഞാൻ നുണ പറയുമെന്ന് സ്വയം പറഞ്ഞ ആളാണ് അയാൾ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഒരാളൊക്കെ സ്രോതസ്സാക്കി എടുത്തിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അയാള് കാണിക്കുന്ന എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ അതിനകത്തൊന്ന് കണ്ടത്. കാണിച്ചതിന്റെ അവസ്ഥ ഒരു മിനിറ്റ് കാണിച്ചതിന്റെ അവസ്ഥയാണിത്. ഞങ്ങള് സംവാദത്തിന് വിളിച്ചിട്ട് പോലും ഇതുവരെ വരാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇതുപോലെ ആള് തിരിച്ചാലോ പറയണേ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഇങ്ങനെ ഇടക്ക് കയറല്ല, ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അപ്പൊ ഞങ്ങൾ ഇതുപോലുള്ള ലൈവ് ഡിസ്കഷൻസിലൊക്കെ അയാളെ വിളിച്ചിരുന്നു. അയാൾ കയറാത്തതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ 100 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ എന്ത് ചെയ്യും, തൊലിയുരിയപ്പെടും എന്നുള്ളതുകൊണ്ടാണ് അയാളെ നമ്മൾ വിളിച്ചിട്ടും അയാൾ ലൈവിലൊന്നും വരാത്തത്. അത് ഏതെങ്കിലും ഇസ്ലാമിനെ കുറിച്ചോ അല്ലെങ്കിൽ മതത്തെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിക്കാൻ പറ്റുന്നല്ലാതെ ഇതേക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ പോലും വരാനുള്ള ധൈര്യം അയാളെ പോലുള്ള ആളുകൾക്ക് ഇല്ലാത്തത് കൃത്യമായി ഇതുപോലെ തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചുവന്ന കരങ്ങൾ കൊണ്ട് കോട്ട് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങൾ പിടിക്കപ്പെട്ടതുപോലെ പിടിക്കപ്പെടും. അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളൊരു ഇതെന്താ വെച്ചാൽ ഞാൻ പിന്നെ വരും, ആയിക്കോട്ടെ വന്നോളൂ. അതിന് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വേറെ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ സംഭവങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഒരു ദിവസം വന്നോളൂ. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ലൈവ് വെക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, തീർച്ചയായും ഞാൻ എന്തായാലും വന്നിരിക്കും. അതിന് ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. നിങ്ങളിപ്പോ പോയി നിങ്ങളെ പേര് പോലും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാനത് വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഇല്ല ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ ഒരു ദിവസം ലൈവ് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങളുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ലെറ്റ്സ് ടോക്ക് അറ്റ് UA എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളെ വാട്സ്ആപ്പ് നമ്പർ ഒന്ന് കൊടുക്കുക. അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യും, വാട്സാപ്പിൽ ബന്ധപ്പെടും. നിങ്ങളുടെ പേരും ഒക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ പ്രയാസം ഉണ്ടെങ്കിൽ വെളിപ്പെടുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ ഓക്കെ. അപ്പൊ മേ ബി നെക്സ്റ്റ് വീക്ക് സൺഡേ എന്തായാലും ഈ സമയത്ത് നമ്മൾ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതിനകത്ത് തന്നെ പിന്നെ ബാസിലെ ഒരു കാര്യം പറയാനുള്ളത് അന്ന് ഈ തെളിവുകളൊക്കെ ആയിട്ട് വേണം വരാൻ. അല്ലാതെ പിന്നെ ഞാൻ പോയി ഇനിയും തെളിവ് തപ്പിയെടുത്തോണ്ട് വരാം. ഇല്ല തെളിവായിട്ട് വരുമെന്നാ ഞാൻ പറഞ്ഞു വന്നത്. തെളിവായിട്ട് വരില്ല എന്നല്ല, എല്ലാത്തിനും തെളിവുണ്ടായിരിക്കണം. എല്ലാത്തിനും കറക്റ്റ് ആയിട്ട് തെളിവ് വെച്ചിട്ട് ഞാൻ വന്നെ. ഇപ്പൊ തന്നെ നിങ്ങളെ അള്ളാഹു പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വരുന്ന ആളെ തിരിച്ചു കൊല്ലുവിൻ എന്നാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതെ അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഞങ്ങളെ കൊല്ലാൻ വന്നാൽ പാകിസ്ഥാൻ പട്ടാളക്കാരനെ പിന്നെ പൂജിച്ചു വിടുക എന്നുള്ളത് ഇന്ത്യ പഠിപ്പിക്കൂല. അത് ഇന്ത്യ പഠിപ്പിക്കുക തിരിച്ച് ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരെ അങ്ങോട്ട് കൊല്ലുക. അല്ല, അത് ദൈവമാണ് പഠിക്കുന്നത്.
ദൈവമാണെങ്കിലും അങ്ങനെ പഠിപ്പിക്കുക, ഉള്ളത് ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരെ പൂജിച്ച് വിടുക എന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവം ഒരു പ്രാക്ടിക്കലായി ഒരു സമൂഹത്തെ പിന്നെ കാണുന്ന ഒരു ദൈവമായിരിക്കൂല. അപ്പൊ ശരിക്കും പറഞ്ഞു അപ്പൊ ദൈവം ഇല്ലാന്നല്ല അർത്ഥം. അല്ല, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരെ തിരിച്ച് പിന്നെ എന്തെങ്കിലും പ്രതിരോധിക്കണം എന്ന് പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ദൈവം. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും ഇപ്പൊ പറഞ്ഞതിന് ഉത്തരം ഇല്ല എന്ന് മനസ്സിലായി. യുദ്ധം ചെയ്യാൻ വരുന്നവരോട് യുദ്ധം ചെയ്യുന്നവരാണ് ഇപ്പൊ അവസാനം എത്തിയത്. അതില് ഞങ്ങൾക്കൊരു പ്രശ്നം തോന്നില്ല. അതായത് ദൈവം ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് തിരിച്ച് യുദ്ധം ചെയ്യാന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്ത, എന്നാൽ അതേ സമയത്ത് ഇസ്രായേലിനൊക്കെ ന്യായീകരിക്കുന്നു. നിങ്ങൾ ഇസ്രായേലിനെ ന്യായീകരിക്കുന്നുണ്ടോ? ഇസ്രായേലിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ പാലസ്തീൻ ഒരു തീവ്രവാദ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായി. അത് ഏകദേശം ഒരു സാധനം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറയുമ്പോ തോന്നുന്നത് എന്താ വെച്ചാൽ യുദ്ധത്തിനൊക്കെ എതിരായിട്ടുള്ള വളരെ മാനവികവാദി എന്നാണ്. എന്നാൽ അതേ സമയത്ത് ഗാസയിൽ അല്ല ഞാൻ യുദ്ധത്തിന് തീർച്ചയായിട്ടും എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് റഷ്യ ഉക്രൈൻ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധത്തില് യുക്രൈൻ തിരിച്ച് യുദ്ധം അറ്റാക്ക് ചെയ്തത് തെറ്റാണോ? രണ്ടുപേരും യുദ്ധം ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ഉക്രൈൻ ചെയ്തതും തെറ്റാണ്. ഉക്രൈൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യുദ്ധത്തിന് പറഞ്ഞു. ഞാൻ യുദ്ധത്തിന് എതിരാന്ന് ഞാൻ പറഞ്ഞു. ഉക്രൈൻ സമാധാന ചർച്ച ഇപ്പൊ അവർക്ക് സമാധാന ചർച്ചക്ക് ഉക്രൈൻ തയ്യാറായിട്ടില്ലെങ്കിൽ, റഷ്യ തയ്യാറായിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തയ്യാറായിട്ടില്ലല്ലോ, അതുകൊണ്ടാണല്ലോ യുദ്ധം നടന്നത്, അവർ അറ്റാക്ക് ചെയ്തതൊക്കെ. അപ്പൊ അവരെന്താ ബേസിക്കലി ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, അവിടെയുള്ളവരൊക്കെ കൊല്ലാൻ വേണ്ടി വിട്ടു പോകുന്ന വാർത്തകൾ പറയുന്നത് അവരുടെ ലൈഫല്ല പോയത്. അവർ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതല്ലായിരുന്നു. റഷ്യക്കാരോ? റഷ്യക്കാർ മാത്രമല്ല മരിച്ചത്. റഷ്യക്കാർ മാത്രമല്ല. ഞാൻ പറഞ്ഞു യുദ്ധത്തിന് ഞാൻ എതിരാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ യുദ്ധത്തിന് അതിനാണ് ചോദിക്കുന്നത്. റഷ്യ എന്തായിരുന്നു, ഉക്രൈൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? റഷ്യ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉക്രൈൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? ഉക്രൈൻ തിരിച്ച് അറ്റാക്ക് ചെയ്യാതിരിക്കുക, അവർ ഓടി ഒളിക്കുക എന്ന് മാത്രമാണ് മാർഗമുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചോട്ടെ. ഇന്ത്യ പാകിസ്ഥാനെതിരെ പല രീതിയിലുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യ ചെയ്തത് തെറ്റാണോ? അങ്ങോട്ട് അടിക്കുന്നത് തെറ്റാണ്, ഇങ്ങോട്ടേക്ക് വരുന്നതും തെറ്റാണ്. ഇന്ത്യ ചെയ്തത് തെറ്റാണ്. ഇന്ത്യ ചെയ്തത് തെറ്റാന്നല്ല, വാറ് തെറ്റാണ്. യുദ്ധം തെറ്റാണ്. അപ്പൊ ഇന്ത്യ ചെയ്തത് തെറ്റാണല്ലോ അല്ലെ? യുദ്ധം തെറ്റാന്ന് പറയുമ്പോ എല്ലാം തെറ്റായിട്ട് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ബേസിക്കലി എന്താണ് ഇവിടെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു? ഓക്കെ, ഉക്രൈൻ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ റഷ്യക്കാർ അവരെ വീണ്ടും അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് ബേസിക്കലി? ഒരു കാര്യം ചോദിക്കും, ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഇവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഏതൊരു രാജ്യത്തിനും വേറെ ഏത് നിങ്ങൾ സംസാരിക്കുന്നത് 192 രാജ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതില് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും, ഇഫ് നോട്ട് ഓൾ, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും തന്നെ ഈ പറയുന്ന ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ഈ ഡിഫൻസ് സിസ്റ്റം തന്നെ ഓടി ഒളിക്കാനാണോ? നമ്മള് പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ സ്വയരക്ഷ നോക്കാം. സ്വയരക്ഷക്ക് എന്താ ചെയ്യേണ്ടത്? ഉമ്മൊക്കെ മിസൈൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ സ്വയരക്ഷക്ക് ഉമ്മ വെച്ച് കളിക്കാണോ വേണ്ടത്? എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം. സ്വയരക്ഷ എങ്ങനെയാണ് സ്വയരക്ഷ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ പണ്ട് ഇവിടെ വേറൊരു ആൾക്കാർ പോലും ജീവിച്ചിരിക്കില്ലായിരുന്നല്ലോ, എല്ലാവരെയും കൊന്നു തള്ളിയനായില്ലായിരുന്നു. അതിനാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരു സമൂഹത്തെ പോയിട്ട് കൊന്നു തള്ളാം. ആ കൊന്നു തള്ളുന്ന സമയത്ത് ആ സമൂഹം ഒന്നും മിണ്ടാൻ പാടില്ല, അവർ മരിച്ചോളണം. അതാണ് നിങ്ങൾ ബേസിക്കലി പറയുന്നത്. കാരണം അവർ തിരിച്ചു പ്രതികരിച്ചാൽ അത് തെറ്റാണ്. അവർ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ തമ്മിലുള്ള തെറ്റാണ്. അതൊരു ദൈവം പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ദൈവം തന്നെയാണ് പഠിപ്പിക്കേണ്ടത്, അതാണ് പറയുന്നത്. അതായത് നിങ്ങൾ പറയുന്ന വേറൊരു നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ദൈവമാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മിനിറ്റ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കുറെ പ്രശ്നമുണ്ട്. പാകിസ്ഥാൻ കശ്മീർ പിടിക്കാൻ വരുന്നു. ഓക്കെ,
ഓക്കെ ശരിക്കും ദൈവം വന്നിട്ട് പറയാണ് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ പൊന്നു സുഹൃത്തെ, ശരിക്കുള്ള ദൈവം എന്താണെങ്കിലും വന്നിട്ട് താങ്കൾ പറഞ്ഞ പൊട്ടത്തരം പറയില്ല. അപ്പൊ അതുകൊണ്ട് എമ്മിനോട് ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. അതായത് പാകിസ്ഥാന് നമ്മളെ കശ്മീർ വിൽക്കാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കശ്മീർ വിട്ട് കൊടുത്ത് ഓടിപ്പോണോ, അതല്ല നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം? എന്താ ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു ഞാൻ യുദ്ധത്തിനെതിരാണ്. എല്ലാവരും നല്ല പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദിക്കൂലല്ലോ. മതമില്ലാത്ത ഞാൻ മതമില്ലാത്തൊരു ആണെങ്കിൽ ഒരു രാജ്യത്തെ പറ്റി പറയാം. അവിടെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും വേണമെങ്കിൽ പറയാം. ഫിൻലൻഡ്. ഓക്കെ ഒരു മിനിറ്റ്. മതമില്ലാത്ത ചൈന നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. മതമില്ലാത്ത ചൈന നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. കശ്മീർ പിടിക്കാൻ ചൈന വരികയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? കശ്മീർ ഇട്ട് ഓടിപ്പോണോ, അതല്ല അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണോ? നിങ്ങൾ ഉദ്ദേശിച്ചത് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി പറയിപ്പിക്കുന്നതാണെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഞങ്ങൾക്കൊരു ഉദ്ദേശമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ യുദ്ധത്തിനൊക്കെ എതിരാന്നേ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കാൻ എതിരാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ യുദ്ധത്തിനെതിരാന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ഇല്ലാതിരിക്കുന്നതല്ല ഏറ്റവും നല്ല ഉദ്ദേശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. അതിൽ ചോദിക്കുന്ന യുദ്ധം ഇല്ലാതിരിക്കാൻ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? കാശ്മീർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ചൈന വരുന്ന സമയത്ത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്യേണ്ടത് കാശ്മീരിൽ നിന്ന് ഓടിപ്പോവുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കാശ്മീർ ചൈനക്ക് വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്? അത് ഫൈറ്റ് ചെയ്യണോ വേണ്ടത്? അത് സവർക്കറെ പോലെ മാപ്പെഴുതണോ? ഇനി അതാണ് എനിക്ക് തോന്നുന്നത്. ഈ സവർക്കറുടെ ടൈപ്പ് ആണെങ്കിൽ പിന്നെ മാപ്പ് എഴുതുക എന്നുള്ളതാണ് പിന്നെ ഉള്ളത്. പിന്നെ വേറൊന്നും എന്താ വെച്ചാല്, ഇത് കശ്മീരിൽ അവസാനിക്കൂല, അടുത്തത് പഞ്ചാബ് വേണമെന്ന് പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹി വേണമെന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മളെന്താ ചെയ്യാം? നമ്മളിങ്ങനെ ഓരോന്ന് വിട്ടെടുത്ത് അവസാനം കന്യാകുമാരി വരെ. ഇപ്പൊ നിങ്ങള് ഒരു ബൈബിളിനകത്ത് ഞാൻ അതിന്റെ ആയത്തൊന്നും എന്റെ അടുത്തില്ല, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാനും പാടില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടാണ്, ഈ മുസ്ലിം ജനതയെ കൊല്ലണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ആക്രമിക്കണമെന്ന് പറയാനുള്ളത്, പഠിപ്പിക്കാനുള്ളത്, അവരെ സംരക്ഷിക്കണോ അങ്ങനെ എന്താ പറയാനുള്ളത്? അത് കറക്റ്റായിട്ട് എനിക്ക് അറിയാനും പാടില്ല, ഞാൻ കേട്ടിട്ട് മാത്രമേ. അതൊക്കെ നമുക്ക് പറയാം. നിങ്ങൾ വേറെ ഡിസ്കഷൻ ഇപ്പം ഈ ഡിസ്കഷൻ മാറരുത്. യുദ്ധം ചെയ്യാത്തൊരവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയും. ചൈന നമ്മുടെ കാശ്മീർ പിടിക്കാൻ വരുന്നു. അപ്പൊ പാകിസ്ഥാൻ നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണ് മതമില്ലാത്ത ചൈനനെ തന്നെ എടുത്തത്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യുദ്ധം പാടില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യണമെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, അങ്ങനെയാണ് പറയിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മാറോ, ഇല്ലെങ്കിൽ എല്ലാവരും സമാധാനത്തോടെ തന്നെ പോകണം. എന്നാൽ മനസ്സിലാക്കിക്കോ, ഇസ്ലാം പഠിപ്പിക്കുന്നതും അതേ കാര്യമാണ്. ഇസ്ലാമിന്റെ ഒരു അധ്യാപനമാണ് നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കരുത് എന്നുള്ളത്. യുദ്ധക്കളത്തിൽ നിങ്ങൾ എതിരാളിയെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് എന്നുള്ളതും, ആ നിലക്ക് പ്രശ്നങ്ങൾ ആഗ്രഹിക്കരുത്, ഈ ലോകത്ത് നിങ്ങൾ പ്രശ്നം ആഗ്രഹിക്കരുത് എന്നുള്ളതൊക്കെ ഇസ്ലാമിന്റെയും അധ്യാപനമാണ്. എന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത് യുദ്ധം വേണമെന്ന് നിങ്ങൾക്കും പറയേണ്ടി വരും. ഒരു മിനിറ്റ് നിങ്ങൾ വളരെ പൊട്ടത്തരമാണ് ഇവിടെ പറഞ്ഞത്. യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യണം തന്നെയാണ് അവിടെ ഉള്ള നിയമം. കശ്മീർ പിടിക്കാൻ ചൈനക്കാരോ പാകിസ്ഥാൻകാരോ വന്നാൽ കശ്മീർ വിട്ടുകൊടുക്കുക, എന്നിട്ട് അത് ഓടുക, എന്നിട്ട് പിന്നെ അടുത്ത പഞ്ചാബിന് വരുമ്പോൾ പഞ്ചാബ് വിട്ടുകൊടുക്കുക, പിന്നെ ഡൽഹി വരുമ്പോൾ ഡൽഹി വിട്ടുകൊടുക്കുക. ഇതെല്ലാം ഇത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്ക് മനസ്സിലാവും. അവിടെ പിന്നെ എന്താ ശരിക്കുള്ള നിയമം? ദൈവം പഠിപ്പിക്കേണ്ടത് എന്താ? ശരിക്കുള്ളത് പ്രാക്ടിക്കലായ കാര്യമാണ് ദൈവം പഠിപ്പിക്കേണ്ടത്. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് നിങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി, നിങ്ങളുടെ ടെറിട്ടറികൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്യാൻ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നിങ്ങളെ മാതിരി പൊട്ടത്തരല്ല ദൈവം പറയേണ്ടത്. യുദ്ധമേ പാടില്ല എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നാൽ പോലും യുദ്ധം ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പൊട്ടത്തരായിരിക്കും ആ ദൈവം പറയാ. യഥാർത്ഥ ദൈവം അത് പറയില്ല. അതന്നെയാണ് ഞങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഇംപ്രാക്ടിക്കലായി നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങൾ ദൈവം പറയില്ല. കാരണം ദൈവം എല്ലാം പറയുന്നവനാണ്. പ്രാക്ടിക്കലായ ഒരു കൽപ്പനകൾ തരുന്നവനാണ് ദൈവം. അല്ലാതെ നിങ്ങളെ മാതിരിയുള്ള ആരൊക്കെ പിന്നെ ആക്രമിക്കാൻ വരുന്ന അവർക്കൊക്കെ കീഴടങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊക്കെ മാപ്പ് എഴുതി കൊടുത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു ഇംപ്രാക്ടിക്കലായ ഒരു കാര്യം ദൈവം പഠിപ്പിക്കില്ല. ഇനി എന്തിനാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? അതിനും വേറെ മതപരമായ
ഒരു മിനിറ്റ്. മതപരമായി കൃത്യമായ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. യുദ്ധത്തെക്കുറിച്ചൊന്നും മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ തോന്നിയ പോലെ യുദ്ധം ചെയ്യും. അവിടെ മതം കൃത്യമായി യുദ്ധത്തെക്കുറിച്ച് മിണ്ടണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി, അതുകൊണ്ടാണ് ഇസ്ലാമിക നിയമം എടുത്ത് നോക്കുക. യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങൾ കാണാൻ പറ്റും. എന്ത്? നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല, നിരപരാധികളെ ആക്രമിക്കാൻ പാടില്ല, പ്രായമുള്ളവരെ ആക്രമിക്കാൻ പാടില്ല, അതേപോലെ തന്നെ സന്യാസി മഠങ്ങൾ ആക്രമിക്കാൻ പാടില്ല, ചർച്ചുകൾ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള അനേകം യുദ്ധ നിയമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യുദ്ധം ചെയ്യണം എന്നുള്ളതും എപ്പോൾ ചെയ്യണം എന്നുള്ളതും എങ്ങനെ ചെയ്യണം എന്നുള്ളതും ആ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മതത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഏത് സാഹചര്യത്തിനും യുദ്ധം വന്നാൽ ആ സമയത്തും മതം പാലിക്കാൻ പറ്റും. യുദ്ധം ചെയ്യേണ്ടാത്ത അവസരങ്ങളിൽ യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മതം. അപ്പൊ അതിനൊക്കെ പറ്റുന്ന പ്രാക്ടിക്കലായ മതമാണ് ദൈവിക മതം. അപ്പൊ അതില് അഥവാ ഈ യുദ്ധ സാഹചര്യം ഒന്നും പറയാത്തൊരു മതമാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പ്രാക്ടിക്കലായ മതം അല്ലാതാണ് ആണ്. ഇനി യുദ്ധം ഹറാമാക്കിയ ഒരു മതം, അങ്ങനെയാണെങ്കിൽ പ്രാക്ടിക്കൽ അല്ലാത്ത മതമാണ്. നേരത്തെ പറഞ്ഞ പോലെ കശ്മീർ പിടിക്കാൻ വരുമ്പോൾ കശ്മീർ വിട്ടുകൊടുക്കുക, ഹരിയാന പിടിക്കാൻ വരുമ്പോൾ ഹരിയാന വിട്ടുകൊടുക്കുക, പഞ്ചാബ് പിടിക്കാൻ വരുമ്പോൾ പഞ്ചാബ് വിട്ടുകൊടുക്കുക, അങ്ങനെ മൊത്തം വിട്ടുകൊടുത്തിട്ട് ഉള്ളൊരു ഒരു സംഭവം പ്രാക്ടിക്കൽ അല്ല. അത് ആരും ചെയ്യൂല, ബുദ്ധിയുള്ളവരാളും പറയൂല. അപ്പൊ അങ്ങനെ ബുദ്ധിയില്ലാത്ത സാധനങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദൈവിക മതത്തിൽ ഉണ്ടാവില്ല. അതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഖുർആൻ കൊല്ലുന്നത് തെറ്റാന്ന് പഠിപ്പിക്കുന്നുണ്ടോ? അതെ, പഠിപ്പിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ കൊല്ലുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് യുദ്ധത്തിന്റെ നിയമം പറയുന്ന പല ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിലിപ്പം 8-ാം അധ്യായം 60, 61 വചനങ്ങളിൽ 60-ാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങൾ അവരെ നേരിടാൻ വേണ്ടി, യുദ്ധത്തിന് വരുന്ന ആളുകളെ നേരിടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കയ്യിൽപ്പെട്ട എല്ലാ ശക്തിയും നിങ്ങൾ സംഭരിക്കണം. അതേപോലെ നിങ്ങൾ കുതിരകളെ ഒരുക്കി നിർത്തണം. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കണം എന്ന് വളരെ കൃത്യമായി 8-ാം അധ്യായം 60-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. 8-ാം അധ്യായം 61-ാമത്തെ വചനത്തിൽ എന്നൊരു ഖുർആൻ പറയുന്നു, ഇനി അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണെങ്കിൽ നീയും അതിലേക്ക് ചായ്വ് കാണിക്കണം. അതായത് അവര് സമാധാനത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളും സമാധാനത്തിലേക്ക് പോകണം എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓക്കെ. അതേപോലെ 4-ാം അധ്യായം 89-ാമത്തെ വചനത്തിലും 89, 90-ാമത്തെ വചനത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, അവർ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ, അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി അവിടെയൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ കൊലപാതകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം അധ്യായം വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിൽ ഒരാളെ കൊന്നതിന് പകരമായിട്ടോ അല്ലാതെ അന്യായമായ ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്നത് തുല്യമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ പറയുന്നത് കാണാൻ സാധിക്കും, അന്യായമായ ഒരാളെ കൊല്ലുന്നത് തെറ്റാണ് എന്നുള്ളത്. അപ്പൊ നേരത്തെ എൻ്റെ അടുത്ത് ബേസിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാസിൽ പറഞ്ഞ ആ ഒരു ഹദീസും കൂടിയും സഹീഹ് ബുഖാരിയിലുള്ള ഹദീസും കൂടി കാണാം. ജനങ്ങളെ നിങ്ങൾ ശത്രുക്കളുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്, യുദ്ധം കൊതിക്കരുത്, അള്ളാഹുവിനോട് നിങ്ങൾ സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ നിങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിർബന്ധിതരായാൽ നിങ്ങൾ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അതായത് യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത്, എന്നാൽ നിങ്ങൾ യുദ്ധത്തിൽ നിർബന്ധിതരാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്ന് വളരെ കൃത്യമായി പറയുന്ന സഹീഹ് ബുഖാരിയിലെ ഹദീസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ബാസിൽ പറഞ്ഞ യുദ്ധത്തിന് ഒരുപാട് നിയമങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. യുദ്ധത്തിലേക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ദൈവം തന്നെയാണ് നിങ്ങൾ പറയുന്നത് ആദ്യം മുതൽ എല്ലാ ആൾക്കാരും ജനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ദൈവം തന്നെ തീരുമാനിച്ചാൽ പോരായിരുന്നു ആദ്യം മുതൽ ഈ ഒരു ഫോളോപ്പ് തന്നെ ചെയ്യാൻ പാടുള്ളൂ, ആരെയും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചാൽ പോരായിരുന്നു? ഈ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഇപ്പൊ ദൈവം അങ്ങനെ തന്നെയാണ് മനുഷ്യരെല്ലാം പഠിപ്പിച്ചത്. ഇപ്പൊ ഒരു മതഭേദഗ്രന്ഥങ്ങളെ ഈ ഇങ്ങനെ ആൾക്കാരെ ജനിപ്പിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. അതേപോലെ ദൈവം പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ പോലെയുള്ള ആളുകൾ കേൾക്കുന്നില്ല. നമ്മുടെ പ്രശ്നമല്ലല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് എന്നെ ജനിപ്പിക്കാതിരുന്ന പോരെ? ജനിപ്പിച്ചതുകൊണ്ടല്ല തെറ്റ് ചെയ്യുന്ന ആളുകളെയും നന്മ ചെയ്യുന്ന ആളുകളെയും ഒക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ കൂടെ ഒരു ജസ്റ്റ് ഒരു കമന്റ് കൂടി, പതുങ്ങി നിന്ന് കൊല്ലാൻ പറയുന്ന ദൈവം എന്ന് പറയുന്നുണ്ട്. അതെ, അതടക്കം, അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ടാക്ടിക്കുകൾ അടക്കം പറയുന്നുണ്ട്. അതായത് യുദ്ധ സന്ദർഭത്തിൽ ഈ ഗറില്ല യുദ്ധമുറകൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന തരത്തിലുള്ള യുദ്ധമുറകൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ പലതരത്തിലുള്ള ടാക്ടിക്കുകൾ നമ്മൾ ഉപയോഗിക്കും. കിടങ്ങു കുഴിച്ചുകൊണ്ടുള്ള യുദ്ധ ടാക്ടിക്ക് നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പതുങ്ങി നിന്നുകൊണ്ടുള്ളത്, നേരിട്ട് പോയി ആക്രമിച്ചുകൊണ്ടുള്ളത്, പിന്നിൽ കൂടി ആക്രമിച്ചുകൊണ്ടുള്ളത്, അങ്ങനെ പലതും നമ്മൾ ചെയ്യും. അത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ടാക്ടിക്കുകളൊക്കെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പറയും, അതൊക്കെ യുദ്ധ സന്ദർഭത്തിലാണ്. അതല്ലാതെ
നിരപരാധികളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിനെ പോലെയാണെന്നുള്ളത്. ഓക്കെ. ഞാൻ ചോദിക്കുന്നു, ഈ ആൾക്കാരെ കൊല്ലുന്നതിന് പകരമായിട്ട് ദൈവത്തിന് അവരെ ജനിപ്പിക്കാതിരുന്ന പോരെ? എഗൈൻ നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്. ഈ വിഷയത്തിൽ നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സംസാരിച്ച വിഷയത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. വിഷയത്തിന് മാറിയിട്ടില്ല. നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കൂ. നിങ്ങൾ ആദ്യം പറഞ്ഞ കളവിന് ഇപ്പോഴും നിങ്ങൾക്ക് ന്യായം നിങ്ങൾക്ക് എന്താണ് കളവ് പറഞ്ഞേ? കളവ് എന്താണ് പറഞ്ഞേ? ഇത് വേറെ മറ്റു ടോപ്പിക്കാണ്. മതവിശ്വാസികളെ കൊല്ലാൻ പറയുന്നു. നിങ്ങൾ കളവല്ലേ പറഞ്ഞത്? ആ, ഞാൻ നുണയല്ല പറഞ്ഞേ. നിങ്ങളുടെ ആയത്തിനകത്തുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ കാണിക്കാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് ഇല്ല. ഞാൻ അടുത്ത് കാണിക്കാം തന്നെ പറഞ്ഞ. ഞാൻ കാണിക്കില്ല എന്നല്ല പറഞ്ഞേ. അങ്ങനെ ഒരു ഓക്കെ, നിങ്ങൾ നുണയാന്ന് പ്രസ്താവിച്ചു, ഞാൻ നുണയല്ലാന്ന് പ്രസ്താവിച്ചു. ഓക്കെ, അതിനു വേണ്ടിട്ട് എനിക്ക് സമയം വേണം. ഞാൻ നെക്സ്റ്റ് വീക്കിനകത്ത് ഖുർആൻ ആവർത്തി വായിച്ചിട്ടുണ്ടോ? ഞാൻ ഖുർആൻ ഞാൻ പറഞ്ഞതില്ലേ, ഞാൻ ഒന്നിനും ഒരു വിശ്വാസത്തിലും ഞാൻ അഡിക്റ്റ് അല്ല. ഞാൻ ഒരു എത്തിസ്റ്റ് ആണ്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി അറിയാനും എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ പച്ചക്കള്ളം അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളല്ല ഈ ടോപ്പിക്കിൽ നിന്ന് ഒഴിഞ്ഞു പറഞ്ഞു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് നിങ്ങളല്ല ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ബീറ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും വന്നിരിക്കും. നെക്സ്റ്റ് വീക്കിലേക്കൊക്കെ നമുക്ക് പോവാം. ഞാൻ ചോദിച്ചത് ഖുർആൻ നിങ്ങൾ ഒരു ആവർത്തി വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വായിച്ചിട്ടില്ല. ഖുർആൻ ഒരു ആവർത്തി വായിക്കാതെ എങ്ങനെയാണ് ഖുർആന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുക? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മറ്റു മതസ്ഥകളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഖുർആൻ ഒരു ആവർത്തി പോലും വ്യക്തമായി വായിച്ചു. നിങ്ങൾ മറ്റ് മതസ്ഥകളെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. മറ്റു മാസ്റ്ററെയാണ് നമ്മൾ കുറ്റപ്പെടുത്തിയത്. കുറ്റപ്പെടുത്തി പറയണ്ടല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വിഷയം മാറ്റാൻ ഒന്നും ബ്രോ ശ്രമിക്കണ്ട. ബ്രോ ഇവിടെ ഖുർആൻ ഒരു ആവർത്തി വായിച്ചിട്ടില്ല. ഞാൻ വിഷയം മാറ്റിയിട്ടില്ല. നിങ്ങൾ പറയുന്നവരെ ഞാൻ മറുപടി തിരിച്ചു പറയണം. അതായത് നിങ്ങൾ മറ്റേ ക്രൈസ്തവ വിശ്വാസത്തിനെ പറ്റി നിങ്ങൾ പറയണ്ടായിരുന്നല്ലോ ഒരു ഇതിനകത്ത്. ഞാൻ അത് കേട്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ബൈബിൾ ഫുൾ ആയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ചോദിക്കാൻ എല്ലാത്തിനും ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറയോ? ഞാൻ വായിച്ചിട്ടില്ല എങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഇൻഫോംഡ് ആയിട്ട് ഒരു കാര്യം പബ്ലിക് ആയിട്ട് വന്ന് പറയുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മതത്തിനെ പറ്റി എനിക്ക് ഒരു ചെറിയ രീതിയിൽ വെറുപ്പുണ്ട്. നല്ലൊരു വെറുപ്പുണ്ട്. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ വെറുപ്പുണ്ട് ഈ ഒരു മതത്തിനെ പറ്റി. ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വെറുപ്പ് തീനിയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതല്ല നമ്മൾ ചോദിച്ചത്. ഇസ്ലാമിനെ കുറിച്ച് പഠനം നടത്താതെ നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെ കുറിച്ച്? പറയട്ടോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ തെളിവ് കൊണ്ടുവരാൻ വേണ്ടി പോയി, നിങ്ങൾക്ക് തെളിവ് കിട്ടിയില്ല. നിങ്ങൾ കൊണ്ടുവന്ന തെളിവിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മളിവിടെ കണ്ടു. നിങ്ങൾ പറഞ്ഞു നാളെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തെളിവ് കിട്ടും എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, അങ്ങനെ പൂർണ്ണമായി നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞ വാദം ശരിയാണെന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നിങ്ങൾ അതിന്റെ കോണ്ടസ്റ്റും മറ്റു കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല എങ്കിൽ? ഞാൻ കണ്ടിട്ടുള്ള അടിസ്ഥാനത്തിലും ഞാൻ എന്റെ തിങ്കിങ്ങും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് എവിടുന്നാണ് നിങ്ങൾ കണ്ടത്? ഓക്കെ, ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള യൂട്യൂബിൽ നിന്നാണ്. നിങ്ങളെ പറ്റി അറിയാൻ വേണ്ടി കൂടുതൽ ശ്രമിച്ചിട്ടുള്ള യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ആ പറഞ്ഞ ആയത്തെങ്കിലും നിങ്ങൾ അതിന്റെ കോണ്ടസ്റ്റ് അടക്കം വായിച്ചിട്ടുണ്ടോ? കോണ്ടസ്റ്റ് അടക്കം വായിക്കാൻ വേണ്ടി നിന്നല്ലോ, പക്ഷെ കുറച്ച് ഉസ്താദുമാര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വായിക്കാൻ ഇരുന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കോണ്ടസ്റ്റ് അറിയില്ല, ശരിയല്ലേ? കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള വിവരങ്ങളാണോ? ആ ഒരു ആയത്ത് മാത്രമാണെങ്കിൽ ആയത്ത് മൊത്തമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു ആയത്ത് ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലാതെ അതിന്റെ താഴത്തേക്കുള്ളത് ഞാൻ വായിച്ചിട്ടില്ല. ആ ആയത്തുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉസ്താദന്മാര്, അതായത് നിങ്ങളുടെ ഉസ്താദന്മാരൊക്കെ പറയണ ഓരോ കാര്യങ്ങള്. ബ്രോ അതിലേക്കൊക്കെ പോവാം. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം വായിച്ചിട്ടുണ്ടോ?
ഇല്ല, വായിച്ചിട്ടില്ല. ആ ആയത്തിന്റെ മുകളിലും താഴെയുള്ള 4-5 വരികൾ വായിച്ചിട്ടുണ്ടോ? ആ ആയത്തിന്റെ മുകളിലും താഴത്തും ഞാൻ വായിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ വായിച്ചിട്ടില്ല. Wait. ഇനി നിങ്ങൾ ആ വിഷയത്തിലുള്ള ഏതെങ്കിലും തഫ്സീർ വായിച്ചിട്ടുണ്ടോ? ആ ആയത്തിന്റെ തഫ്സീറുകൾ? ഈ യൂട്യൂബിനകത്ത് കണ്ടത് മാത്രം വായിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ വായിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന പച്ചക്കള്ളം പറയേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാം. മറിച്ച് അതല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ പ്രസ്താവന നിങ്ങൾ നടത്തിയത് കട്ടുമുറിച്ച് കേട്ട ഒരു ക്ലിപ്പിൽ നിന്നാണ് എങ്കിൽ നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം ആലോചിക്കണം. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളൊരു ആയത്ത് കൊണ്ടുവന്ന് അത് വർക്കാവാതെ ഇരുന്നിട്ടും നിങ്ങൾ പിന്നെ ചെയ്യുന്ന എന്താ? ഇത് വർക്കാവാതിരിക്കണല്ലോ. അതായത് ഒരു ദൈവം സൃഷ്ടിച്ച ജനങ്ങളെ അവര് തമ്മിൽ തന്നെ തല്ലി അടുപ്പിച്ച് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് അല്പമെങ്കിലും ഉൾപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയേണ്ടത് കൃത്യമായ പഠനം നടത്താതെയാണ് ഞാൻ ഒരു മതത്തെക്കുറിച്ച്, അത് 1.2 ബില്യണോ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മതത്തിന്റെ ആശയത്തെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്താതെ കുറെ ക്ലിപ്പ് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ടാണ് ഞാൻ ഈ മണ്ടത്തരം വന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് അതൊന്നും കൂടി പരിശോധിക്കട്ടെ, എന്നിട്ട് ഉണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന്. അതല്ല, നിങ്ങളത് ശരിയാണ് എന്നും നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പം വിസ്തരിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളത് മര്യാദയ്ക്ക് വായിച്ചിട്ട് പോലുമില്ല. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ റീസർച്ച് ചെയ്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല. ഹലോ, ഇല്ലേ? തുറന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു വിഷയത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടില്ല, നമ്മൾ എന്താ ചെയ്യാ? പ്രസ്താവന ഇറക്കുക. ഞാൻ വായിച്ചൊന്ന് വിളിച്ചു പറയാണോ? ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഷാനു താങ്കളോട് ചോദിച്ചൊരു കാര്യം, താങ്കൾ ഖുർആൻ ഒരു തവണ പോലും വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു തവണ വായിക്കണമെന്നില്ല. പറഞ്ഞ കാര്യം, അതായത് ഏതോ ഒരു നുണയന്റെ വീഡിയോ കണ്ടു, ആ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം പ്രസ്താവിച്ചത്. അതായത് ഒരു വലിയൊരു ജനവിഭാഗത്തെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞു. അതായത് മറ്റു മതസ്ഥരെ കണ്ടാൽ അപ്പൊ തന്നെ കൊല്ലണമെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ തപ്പാൻ പോയി. ഓക്കെ, കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, അതിവിടെ ഞാൻ ഇപ്പൊ എടുത്ത ഒരു ആയത്തിനകത്ത് വീണ്ടും നിങ്ങൾ ഇടയിൽ കയറാണ്. കണ്ടില്ല, ഇതാണ് നിങ്ങളെ പ്രശ്നം. ഇവിടുത്തെ എത്ര ചർച്ചകൾ ഇവിടെ നടത്തുന്നുണ്ട്, അല്ലാതെ ആരും മ്യൂട്ട് ചെയ്യാറില്ല. ഇടയിൽ കയറുമ്പോൾ മാത്രമാണ് മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ കുറെ മിനിറ്റുകൾ എടുത്ത് തപ്പി കൊണ്ടുവന്ന സാധനത്തിൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യാന്ന് മാത്രമേ ഉള്ളത്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും തപ്പിക്കൊണ്ട് ഈ തപ്പുന്നതിലൂടെ നിങ്ങൾ എന്താ ചെയ്യുക? മിനിറ്റുകൾ കൊണ്ട് വലിയൊരു ഗ്രന്ഥത്തെക്കുറിച്ച് അതിന്റെ മുമ്പിലുള്ള ആയത്തോ പിമ്പിലുള്ള ആയത്തോ ഒന്നും നോക്കാതെ ഏതെങ്കിലും ഗൂഗിളിൽ നോക്കി എവിടുന്ന് ഏതെങ്കിലും നുണയന്മാർ പറഞ്ഞ സാധനം എടുത്ത് പിന്നെ അരികും പിന്നെ വക്കൊക്കെ മുറിഞ്ഞ സാധനം എടുത്തിട്ട് കൊണ്ടുവന്ന് വരിക. അതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത്, ഏത് കണ്ടക്സ്റ്റിലാണ്, ഒന്നും അറിയില്ല. ഇത് ശരിക്കും സത്യസന്ധമായ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സ്വയം ഒന്ന് ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഒരു കാര്യം ഉന്നയിക്കുന്ന ഓക്കെ, ഒരു സംശയമായിട്ട് നിങ്ങളെ ഗ്രന്ഥത്തിലുണ്ടോ എന്ന് ചോദിക്കുന്നത് ഓക്കെ. ഒരു പ്രസ്താവന ഇറക്കുകയാണ്, നിങ്ങളെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊല്ലാൻ പറയുന്നതാണ്, മറ്റു മതസ്ഥരെ കൊല്ലാൻ പറയുന്നവരാണ്, എന്നിട്ട് അതിനായിട്ട് ഒരു തെളിവും ഇല്ല, ഒരു തെളിവിന്റെ കഷ്ണം പോലും ഇല്ല. ഇതൊക്കെ ശരിക്കും സത്യസന്ധമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞ വെറുപ്പ് തീനികൾ പിന്നെ യൂട്യൂബിൽ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ശരിക്കും സത്യത്തിൽ നിന്നും ഒരു ന്യായത്തിൽ നിന്നൊക്കെ നിങ്ങൾ വഴിമാറി പോകുന്നത് സ്വയം ആലോചിച്ച് നോക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. എന്റേതായുള്ള അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബാണ്. യൂട്യൂബ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയാ, ഈ ആയത്തുകളും അതേപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്റേതായ അറിവുകളുള്ളൂ ഈ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിനകത്ത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂസുകളാണ്. അതായത് നിങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള കുറെ ന്യൂസുകൾ മാത്രമാണ് എന്റേതായ അറിവുകളുള്ളത്. പക്ഷെ ഇപ്പൊ തന്നെ ഞാനെടുത്ത ആയത്തിനകത്ത് നിങ്ങളുടെ അതായത് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കാരെ തിരിച്ചു കൊല്ലുക എന്നാണ് നിങ്ങൾ പഠിപ്പിക്കണേന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു ആ ജനതയെ ഇല്ലാതാക്കിയാൽ പോരെ, എന്തിനാ വെറുതെ സൃഷ്ടിക്കുന്നു? ഓക്കെ, അത് വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു? അതിന്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാരെ ഒരു ഇച്ഛാശക്തിയുള്ളവരായിട്ട്, ഫ്രീ വില്ലുള്ളവരായിട്ടാണ് പടച്ചവൻ സൃഷ്ടിച്ചത്. തെറ്റുകൾ ചെയ്യാൻ അടക്കമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് സൃഷ്ടിച്ചത്. അപ്പൊ തെറ്റുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്
കൊല്ലാൻ അടക്കമുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി, അതായത് കൊല്ലാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ കൊലപാതകം ചെയ്യാതിരിക്കുക എന്നുള്ളത് നന്മയാവുള്ളൂ. ഇത് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഷാനു പറഞ്ഞത് മറ്റൊരു വിഷയമാണെന്നുള്ളത്. കാരണം അത് വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വേറെ ഒരു ടോപ്പിക്കിൽ അത് സംസാരിക്കുകയാണെന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ വിഷയത്തിൽ മാത്രം ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്, വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞ നുണയെ അതെന്ത് ചെയ്യാ, ന്യായീകരിക്കൂല. അതായത് നിങ്ങളൊരു നുണ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ ആ നുണക്ക് ഞാൻ തെളിവില്ലാത്തപ്പോ ഞാൻ ഒരു ക- മിനിറ്റ് ഒരു ഞാൻ മിനിറ്റ് തെളിവ് ഞാൻ ഒരു തെളിവ് മിനിറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ തെളിവ് കണ്ടിട്ടുണ്ട്. അതായത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാണിക്കാന്ന് വീഡിയോ ഞാൻ പറഞ്ഞിട്ടേ. ഏതൊരു ഓക്കെ. യൂട്യൂബ് വീഡിയോ കണ്ടു, അത് തപ്പാൻ പോയി, ഇപ്പൊ തേഞ്ഞു. അതാണ് സംഭവിച്ചത്. ഇനി ഇനി നിങ്ങൾ അത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് തപ്പുമ്പോ കിട്ടിയെന്ന് വരില്ല. ഞാനിപ്പോ ഓൾമോസ്റ്റ് ഞാൻ പഠിക്കണ കാര്യം പോലും അന്ന് കണ്ടത് പെട്ടെന്ന് നോക്കുമ്പോ വേറെ സൈറ്റ് ആയിരിക്കും, വേറെ കാര്യങ്ങളായിരിക്കും. അത് കിട്ടിയെന്ന് കുഴപ്പമില്ല, വരില്ല. നിങ്ങളെ തെളിവ് കേട്ട് തേയാൻ വേറെ ദിവസം വന്നാൽ മതി, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഓക്കെ ഓക്കെ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. നിങ്ങളിപ്പം ഇപ്പൊ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഖുറാനിൽ മറ്റു മതസ്ഥരൊക്കെ കൊല്ലണം എന്നുണ്ടെന്ന് പറഞ്ഞു, അതിന് തെളിവ് ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യാന്നുള്ള ആയത്ത് നിങ്ങൾ കൊണ്ടുവന്നു. അതിലങ്ങനെ സംഭവമേ ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യാൻ പറയുന്നത് ശരിക്കും ദൈവമാണ്, ദൈവത്തിന് അവരെ സൃഷ്ടിക്കുക. അത് വേറൊരു വിഷയമാണ്. അതായത് എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇച്ഛാശക്തിയോടുകൂടി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു, എന്തുകൊണ്ട് ആളുകൾക്ക് കൊല്ലാൻ സാധിക്കുന്നു, എന്തുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുന്നു, ആ തിന്മ ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ സൃഷ്ടിച്ചാൽ പോരെ, എന്ന് വെച്ചാൽ ഫ്രീ വിൽ ഇല്ലാതെ സൃഷ്ടിച്ചാൽ പോരെ എന്നുള്ളതാണ് ആ ചോദ്യം. അത് വേറൊരു ഡിസ്കഷനാണ്. അങ്ങനെ എന്റെ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ അതല്ല ക്വസ്റ്റ്യൻ. അല്ല ഒരു എന്റെ മിനിറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം സൃഷ്ടിച്ച ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അത് തെറ്റല്ല എന്ന് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങോട്ട് കൊല്ലാൻ എന്നിട്ട് അത് തെറ്റാന്ന് പറഞ്ഞ് വീണ്ടും പഠിപ്പിക്കുകയും ചെയ്യും. അത് അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനിർമ്മിതമല്ലേ? അല്ല അല്ല അതുകൊണ്ടാണ് പറഞ്ഞത്. അത് വേറൊരു വിഷയമാണെന്ന് പറയാൻ കാരണം അതാണ്. ഫ്രീ വിൽ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഫ്രീ വില്ല് വേണോ വേണ്ട, അല്ലെങ്കിൽ ഫ്രീ വില്ല് ഉണ്ടോ ഇല്ല, അത് വേറൊരു വിഷയമാണ്. നിരീശ്വരവാദികൾ ഫ്രീ വില്ല് ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മതവിശ്വാസികൾ വേറെ പല രൂപത്തിലുണ്ട്, അത് വേറെ ഡിസ്കഷനാണ്. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആയിക്കോട്ടെ, ദൈവം ഇനി പിന്നെ അങ്ങനെ ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവരെ തിരിച്ചു കൊല്ലാൻ പറയുന്നു. അത് ശരിക്കും ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ പറഞ്ഞ കളവിന് ന്യായമാകുന്നില്ല. ഇനി ദൈവം ഒരു മോശക്കാരനാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം മോശക്കാരൻ, അതുകൊണ്ട് പോലും നിങ്ങൾ പറഞ്ഞ കളവിന് തെളിവാകുന്നില്ല. അത് വേറെ വിഷയമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് വെച്ചാൽ, ഞാൻ ഇമാതിരിയുള്ള കുറെ വെറുപ്പ് തീനികളുടെ വീഡിയോകൾ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയത്. ഒരാളോട് ലൈവായിട്ട് അവരോട് പോയി ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തേഞ്ഞു പോയത് എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ടാണല്ലോ. ഇങ്ങനെയുള്ള എത്ര തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടാവും. ഇവരൊക്കെ എന്നെ പറ്റിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ശരിക്കും ഈ പറഞ്ഞ വെറുപ്പ് തീനികളായ യൂട്യൂബേഴ്സ് ഒന്നും ഇവരുടെ ലൈവിലൊന്നും വന്ന് നിൽക്കാത്തത്. ഞങ്ങൾ എത്ര വിളിച്ചു, സംവാദത്തിനൊക്കെ വിളിച്ചിട്ടും ഈ ആരിഫ് ഹുസൈനെ എനിക്ക് പോലുള്ള വെറുപ്പ് തീനികളെയാണ് നിങ്ങൾ അവലംബാക്കുന്നത്. ആ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരൊന്നും എന്തുകൊണ്ട് ഇത്രയും ഓപ്പൺ ഡിസ്കഷൻസ് നടത്തിയിട്ടും ഇങ്ങോട്ട് ലൈവിന് വരാത്തത്, ഡിസ്കഷന് വരാത്തത്, സംവാദത്തിന് വരാത്തത്? നിങ്ങൾ തേഞ്ഞതിനേക്കാൾ 100 ഇരട്ടി അവർ തേഞ്ഞു പോകും. അത് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് അവർ ഈ നിലക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ധാരണ ഉള്ളവരോട് സംസാരിക്കാത്തത്. ഒരു ധാരണയില്ലാത്ത ആൾക്കാരോട് വിളിച്ച് ഡയലോഗ് അടിക്കുക എന്നുള്ളത് അവർക്ക് ഒന്നിനും കഴിയാത്ത അതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ നേരിട്ടൊന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾ പറയുന്ന നുണകൾ യൂട്യൂബ് മാത്രം പിന്നെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്ത് ചെയ്ത് വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളോടെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, സ്വന്തത്തോടെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വിഷയങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആരെങ്കിലും പറയുന്ന കാര്യം അത് 9:2, 9:45, 1:125 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുക, ഗൂഗിളിൽ അടിച്ചു നോക്കുക, എന്നിട്ട് അത് പിന്നെ അത് മാത്രം നോക്കി ഇങ്ങനെ ജീവിക്കുക, അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദർശനാണല്ലോ. അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കുറെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ഉണ്ടല്ലോ. ഇസ്ലാം യുദ്ധത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മനുഷ്യന്മാരെ കൊല്ലുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കൊന്നു തള്ളുക എന്നാണോ പറയുന്നത്? അതല്ല കൊല്ലാൻ പാടില്ല എന്നാണോ പറയുന്നത്? ഒരാളെ കൊല്ലും തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നവനെ പോലെയാണ് എന്നാണോ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അത് പഠിക്കാൻ ഒരുപാട് സ്രോതസ്സുകളുണ്ട്. ഇന്റർനെറ്റ് തന്നെ ഉപയോഗിക്കുക. അതിങ്ങനെ യൂട്യൂബിലുള്ള ഈ ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ അല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ഇസ്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ആധികാരിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് ഇപ്പൊ ഖുർആൻ വായിക്കാം, അല്ലെങ്കിൽ ഖുർആന്റെ വിശദീകരണങ്ങൾ വായിക്കാം, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ വായിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിലുള്ള ഹെയ്റ്റ് മാത്രം കേട്ടിട്ട് ഇങ്ങനെ പോകുന്നത് ശരിയല്ല സുഹൃത്തെ. അത് ഏത് വിഷയത്തിൽ ഇപ്പം ഇത് കാര്യം വേറെ ആരോടും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ക്രൈസ്തവരെ കുറിച്ച് പിന്നെ ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൊല്ലാൻ പറയുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ യൂട്യൂബ് തുടങ്ങിയാൽ അതും കേട്ടിരിക്കരുത്. മറിച്ച് ക്രൈസ്തവത എന്താണ് പറയുന്നത്? മനുഷ്യന്മാരെ സ്നേഹിക്കാനാണോ പറയുന്നത്? ഇനി ക്രൈസ്തവരിൽ ഭീകരവാദികളുണ്ട്. ഓക്കെ, അമേരിക്കയെ പോലുള്ള ഭീകരവാദികൾ ലോകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ക്രൈസ്തവതയെ കൊണ്ടാണോ?
ആണെങ്കിൽ തന്നെ അതിൽ ഏത് വിഭാഗത്തൊക്കെ ഇപ്പൊ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി ആണ് അത്ര ലോകത്തിൽ മുഴുവൻ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത പിന്നെ സഭ എന്താണ് അതിൽ വിഷയത്തിൽ പിന്നെ നിലപാട് സ്വീകരിക്കുന്നത്? ഇപ്പൊ ഈ നടന്ന കഴിഞ്ഞ വംശഹത്യ, ഗസ വംശഹത്യ, ആ വംശഹത്യക്ക് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ അതിന് അനുകൂലമായിരുന്നു. പക്ഷെ പിന്നെ പോപ്പടക്കം മാർപ്പാപ്പടക്കം അതിനെതിരായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും ഭീകരവാദികളല്ല, ക്രൈസ്തവരെല്ലാവരും ഭീകരവാദികളല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്രൈസ്തവരെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടി പഠിക്കണം. എല്ലാ ക്രിസ്ത്യാനികളും ഭീകരവാദികളല്ല, എല്ലാ ക്രിസ്ത്യാനികളും വംശഹത്യ ചെയ്യുന്നവരല്ല, എല്ലാ ക്രിസ്ത്യാനികളും വംശഹത്യ അനുകൂലിക്കുന്നവരല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം. അത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ഭീകരവാദം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഭീകരവാദം ചെയ്യാത്തത്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഏതെങ്കിലും ആൾക്കാർ ക്രിസ്ത്യാനിറ്റി എതിർക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികൾ മൊത്തം അവരെ ഞാൻ വെറുക്കാൻ പോവാണ്. കുറച്ച് ആൾക്കാർ ഇസ്ലാമിനെ കുറിച്ച് തോന്നിയാസം പറയുന്നു അതുകൊണ്ട് ഞാൻ ഇസ്ലാമിൽ, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോടെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. ഇനി അതേപോലെ എത്തീസ്റ്റത്തെ കുറിച്ചും പറയാം. എത്തീസ്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് എത്തീസ്റ്റുകളാണ്. ഇപ്പൊ മാവോ സദുങ്, അതേപോലെ തന്നെ പിന്നെ ജോസഫ് സ്റ്റാലിൻ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ലോകത്ത് ഏറ്റവും കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് എത്തീസ്റ്റുകളായതുകൊണ്ട് എത്തീസ്റ്റുകളെല്ലാം ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതും കേട്ടിട്ട് എത്തീസ്റ്റുകളെ മൊത്തം വെറുതെ നടന്നിട്ട് കാര്യമില്ല. അപ്പൊ എത്തീസം എന്താണ്? എന്തുകൊണ്ടാണ് ഈ എത്തീസ്റ്റുകൾ കൊല്ലാൻ കാരണം? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എത്തീസ്റ്റുകൾ കൊല്ലാതിരിക്കാൻ കാരണം? എന്തുകൊണ്ടാണ് എല്ലാ എത്തീസ്റ്റുകളും ഭീകരവാദികളെന്ന് പറയാൻ പാടില്ലാത്തത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇതൊന്നും ചെയ്യാതെ ആരെങ്കിലും പറയുന്ന ഷോർട്സും റീലും അല്ലെങ്കിൽ ഹെയ്റ്റ് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളും കേട്ടുകൊണ്ട് നമ്മൾ പോകരുത്. ഇനി നിങ്ങൾ വേറൊരു ദിവസം സംഭവത്തിന് വരുന്നു പറയുന്നു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ സംഭവത്തിന് വരുമ്പോഴും ഏതെങ്കിലും ഹെയ്റ്റ് യൂട്യൂബേഴ്സ് പറയുന്ന സാധനങ്ങൾ എണ്ണിപ്പെറുക്കി വന്നാൽ ഇതിന്റെ 100 ഇരട്ടി നിങ്ങൾ അവിടെ തേയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വിഷയം എടുക്കുക. ഓക്കെ, നമ്മൾ യുദ്ധമാണ് എടുക്കുന്നുണ്ടെങ്കിൽ യുദ്ധം, ഇസ്ലാമിന്റെ യുദ്ധ നിയമങ്ങൾ എന്തൊക്കെയാണ്, എപ്പോ യുദ്ധം ചെയ്യണം എന്നാണ് പറയുന്നത്, എപ്പോ യുദ്ധം ചെയ്യരുത് എന്നാണ് പറയുന്നത്, യുദ്ധം ചെയ്യുകയാണെങ്കിൽ തന്നെയുള്ള നിയമം എന്താണ്, ഇതൊക്കെ വായിച്ചു നോക്കുക. അത് വായിക്കാൻ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്, പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇനി പുസ്തകം വായിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലുള്ള പിന്നെ അക്കാദമിക് ആയിട്ടുള്ള പ്രസന്റേഷൻസ് അവൈലബിൾ ആണ്. ഇനി പിന്നെ അതേപോലെ തന്നെ കോഴ്സുകൾ അവൈലബിൾ ആണ്, ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ നമ്മൾ ഈ ഷോർട്സും റീൽസും കണ്ടിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പിന്നെ നിലപാടുകൾ എടുക്കരുത് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ഇനി ഓക്കെ, ഇപ്പൊ സംഭവിച്ചത് ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി റെഫർ ചെയ്ത് വരിക. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി നല്ല ഒരു ആംബിയൻസിൽ, കുറച്ചുകൂടി നല്ലൊരു രീതിയിൽ നമുക്കിത് ചർച്ച ചെയ്യാം അടുത്തൊരു ദിവസം. അടുത്ത ഞായറാഴ്ച പറ്റിക്കൊള്ളുന്നില്ല, കുറച്ചൊരു വേറൊരു യാത്രയിലായിരിക്കും. വേറൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാക്കും ഫിക്സ് ചെയ്ത് നിങ്ങളുടെ നമ്പർ ഒന്ന് ആ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്ത് തരിക. തീർച്ചയായും ഞാൻ എന്തായാലും വന്നിരിക്കും. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കാരണം നിങ്ങൾ ഇത്ര എന്റെ അടുത്ത് പറഞ്ഞല്ലേ, ഞാൻ ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മതത്തിനെ വെറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു മതം പഠിപ്പിക്കുന്നതുകൊണ്ടല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ എതിർക്കണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് നിങ്ങളോട് എനിക്ക് ഒരു എതിർപ്പ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ. ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഏതായാലും സുഹൃത്തിന് വളരെ സന്തോഷം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിന്. ആരെയും വെറുക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ല, ഞാൻ വെറുക്കുന്നല്ല, ഞാൻ പറഞ്ഞില്ല, നിങ്ങള് ഈ ഒരു മതത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ചെയ്തു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് എനിക്ക് എതിർപ്പുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആസിക, നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കി നന്നായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെയാന്ന് കൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. ഞാൻ അല്ല, മുസ്ലിങ്ങളെ മൊത്തത്തിലാണോ അതല്ല ആരെയാണെന്ന് പറയാം. നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ നമ്മളോട് പറയുന്നതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഓക്കെ. അതായത് ഞാൻ കണ്ടിട്ടുള്ള മുസ്ലിംസ്, അതായത് എല്ലാവരും അല്ല, ഞാൻ ഒരു മതത്തിന്റെ ഒരു ഗ്രന്ഥം വെച്ചിട്ട് ആ ഗ്രന്ഥത്തിനെ അടിസ്ഥാനമായിട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ആരാണ്? നിങ്ങളൊരു ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ആൾക്കാരെ ഏതാന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയാവുന്ന അടുത്ത ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് പറയുന്നതാണ് തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ കൂടുതൽ പറയുന്നില്ല. എന്താ വെച്ചാല് എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളിലും പലതരത്തിലുള്ള സ്വഭാവമുള്ളവരും പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരും ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളോട് മോശമായി പെരുമാറിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായി തോന്നിയ കാര്യങ്ങളൊക്കെ അത് മുസ്ലിങ്ങൾ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ട് ആ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ മൊത്തത്തിൽ തന്നെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ വീണ്ടും നമ്മൾ പറയുന്നത്രേ ഉള്ളൂ. അതൊക്കെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഈ ഹെയ്റ്റ് കുത്തി നിറച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. അതാണ് ഈ വെറുപ്പിന്റെ ഒരു പ്രശ്നം. ആദ്യം തന്നെ നമ്മൾ ഒരു വിഭാഗത്തോട് വെറുപ്പ് അങ്ങോട്ട് നിറച്ചു, എന്നിട്ട് പിന്നെ കാണുന്നതൊക്കെ ആ മതത്തിന്റെ പ്രശ്നം. എനിക്ക് അങ്ങനെ എന്താ പറയാ, ഈ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമേ എനിക്ക് ഒരു ചെറിയ വെറുപ്പുള്ളൂ. അല്ലാത്ത കണ്ടീഷൻ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് യാതൊരു വെറുപ്പില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് മനുഷ്യനൊന്നും ആ നിലക്ക് പറയാൻ തന്നെയുള്ള ഒരു അർഹത ഇപ്പൊ ഇല്ല.
കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു അതെന്താണ്? ഭാഗത്ത് മൊത്തത്തിൽ ഒരു കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കളവിൽ വിശ്വസിച്ചുകൊണ്ട് വെറുക്കുന്ന ആളാണ്. ഇല്ല, ഞാൻ കളവ് പറഞ്ഞില്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരെ നിങ്ങൾ കൊല്ലണം, തിരിച്ചും ആക്രമിക്കണം എന്ന് തന്നെയല്ലേ നിങ്ങൾ അതെ, പഠിപ്പിക്കുന്നത്? യുദ്ധം ചെയ്യുന്നവരെ തിരിച്ചാക്രമിക്കണം എന്നാണ് ലോകത്തുള്ള എല്ലാ നിയമങ്ങളും പറയുന്നത്. ഇന്ത്യ അടക്കം അതൊരു ദൈവം പറഞ്ഞു. എന്നിട്ട് ആ ദൈവം ദൈവം തന്നെ തന്നെ പറയും, കൊല്ലുന്ന ആൾക്കാരെ, അല്ല, ആ, കൊല്ലപ്പെടുന്ന ആൾക്കാരെ തെറ്റുകാരാണ്. കൊല്ലുന്ന ആൾക്കാരെ, ആ, കൊലപാതകം ചെയ്യുന്ന ആൾക്കാരെ തെറ്റുകാരാണ്. കൊലപാതകം അല്ലേ? ചെയ്യുന്ന ആൾക്കാർ തെറ്റാണ്. ആ നിങ്ങൾ വീണ്ടും ഒരു ധാരണയില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ച് കുടുങ്ങാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറെ ദിവസം ചർച്ച ചെയ്യണമെങ്കിൽ അന്ന് സംസാരിച്ചോളൂ. പക്ഷെ നിങ്ങളിപ്പോ ചെയ്യുന്നത് വെറും എന്താ പറയാ, വെറും വെറുപ്പാണ്. കളവുകൾ നിങ്ങള് ഒരു കളവ് ഇപ്പൊ പിടിച്ചു, നിങ്ങൾ പറയുന്ന അതല്ലാത്ത വേറെ ഇത് കളവായിട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് അതുകൊണ്ട് സമയം തന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാ ആ സമയം വരെയെങ്കിലും എന്ത് ചെയ്യുക, കുറച്ച് വെറുപ്പൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് സ്വയം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, തീർച്ചയായും ഞാൻ അതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിക്കും, ഉറപ്പായിട്ടും. ആയിക്കോട്ടെ. അപ്പൊ ഏതായാലും ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഈ ഇങ്ങനെയുള്ള ഹെയ്റ്റ് യൂട്യൂബേഴ്സിനെ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ നേരിട്ട് ലൈവായിട്ട് കണ്ടത്. ഇങ്ങനെയുള്ള അനേകം ആയിരക്കണക്കിന് ആൾക്കാർ ഈ നുണകളൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവരാരും നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരാളിപ്പം വന്നുകൊണ്ട് നമുക്ക് അത് മനസ്സിലായി. ഇങ്ങനെയുള്ള അനേകായിരം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ശരിയാണെന്നുള്ളത് വിശ്വസിച്ച് നടക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് സമൂഹത്തിൽ പിന്നെ വെറുപ്പും വിദ്വേഷവും പരത്തിക്കൊണ്ട് സമൂഹത്തിനെ തകർക്കുക എന്നുള്ളത് ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിഭാഗത്തെ മുഴുവൻ വെറുക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ നിരന്തരം ദിവസവും എന്ന് പറഞ്ഞ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരാകട്ടെ ഈ വിഷയത്തിൽ ധാരണ ഉള്ളവരോട് സംസാരിക്കാൻ വരില്ല. നമ്മളൊക്കെ എത്ര തവണ ഇപ്പൊ നമ്മുടെ ഒരു പ്രതിനിധി ശുക്കൂർ വരിക്കോടൻ അവരുടെ ലൈവിൽ അങ്ങോട്ട് പോയി സംസാരിച്ചു. എന്നിട്ട് സംസാരിക്കാൻ അനുവദിക്കില്ല, എന്റെ ചാനലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. എന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോകില്ല എന്ന് പറഞ്ഞല്ല, ഞങ്ങൾ അങ്ങോട്ടടക്കം പോയി. എന്നിട്ട് സംസാരിച്ച് പുറത്താക്കിയതിന് ശേഷം എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കൂല എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു. വർഷങ്ങളായി ഞങ്ങൾ വിളിക്കുന്നു, ഇതുപോലെ ഒരു ലൈവ് ഡിസ്കഷൻ, ഒരു ചർച്ചക്ക്, ഒരു സംവാദത്തിന് വിളിക്കുന്നു. ഇതുവരേക്കും അത് ഏറ്റെടുക്കാൻ ഈ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോ ഇത് എന്തുകൊണ്ടാണ് അത് ഏറ്റെടുക്കാത്തെന്നുള്ളത് ഇപ്പം ഈ ആള് വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇതുപോലെയുള്ള കളവുകളാണ് അവർ പറയുന്നത്, ഇതുപോലെയുള്ള അബദ്ധങ്ങളാണ് അവർ പറയുന്നത്. അതെങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ ആ സമയത്ത് പിടിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെ ഏതെങ്കിലും അറിവില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ ഡയലോഗ് അടിക്കുന്നത് പോലെ ആയിരിക്കില്ല അത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു പിന്നെ ആധികാരികത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും, ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു വലിച്ച് ഈ ലൈവിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പരമാവധി ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ലൈവ് ഡിസ്കഷൻസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. അതിന് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതല്ലെങ്കിൽ അവരതിന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവർക്കത് ഈ വിഷയത്തിൽ അല്പമെങ്കിലും ധാരണ ഉള്ളവരുടെ മുമ്പിൽ പറയാനുള്ള ധൈര്യവും സ്ഥൈര്യവും പിന്നെ ആ നിലക്കുള്ള ഒരു ഉറപ്പും അവർക്കില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മൾ പല വിഷയങ്ങൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിലൊന്നും അവർ വന്നിട്ടില്ല, ഇനിയും വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം ഈ വിഷയങ്ങൾ ധാരണ ഉള്ളവരോട് അവർക്ക് സംസാരിക്കാൻ കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഏതായാലും പിന്നെ ഇങ്ങനെ ഈ വെറുപ്പുൽപാദകരിൽ നിന്ന് മതമോ അല്ലെങ്കിൽ നിരീശ്വരവാദമൊക്കെ പഠിച്ചാലുള്ള ഒരു അവസ്ഥ ഇന്നത്തെ ഈ ഒരു ചർച്ച ഒരു സ്പെസിമെനായി എടുത്തുകൊണ്ട് ആളുകൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഷാനു, സാരിഫ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് സമയം ഏകദേശം കുറച്ചധികം, ഒരു 3 മണിക്കൂറിലധികമായിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. ഷാനു, സാരിഫ്. അല്ല, നമ്മുടെ വീഡിയോയിലെ താഴെ ഇപ്പം ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈൻ ഡിസ്കഷന് വേണ്ടിയുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ നേരിട്ട് ചർച്ച ആയിക്കൂടെ എന്ന് പറയുന്നവർക്ക് കൊടുക്കാവുന്നതാണ്. ആ ലിങ്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവരോട് നേരിട്ട് തന്നെ വരാൻ പറയാവുന്നതാണ്. അപ്പോൾ ന്യൂട്രലായിട്ടുള്ള വേദിയിൽ വെച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും. അതെ. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനുള്ള ലിങ്ക് നമ്മുടെ എല്ലാ വീഡിയോകളുടെയും താഴെ ഈ ഫ്രിക്ഷൻ റൂം എന്ന പേരിലുള്ള ഡിസ്കഷൻ, അതായത് ഡിബേറ്റ് ഫോറം ഉണ്ട്. അതിൽ പങ്കെടുക്കാനുള്ള ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ ഇതുപോലെ ഓൺലൈനായിട്ട് ഡിസ്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ടോക്ക് അറ്റ് യു എന്നുള്ള ലിങ്കും അവൈലബിൾ ആണ്. അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരം ചർച്ചകൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.